Meet the editors. നേതൃത്വത്തെ വെല്ലുവിളിച്ചോ എന്നതാണ് ചോദ്യം. പി ആർ സുനിൽ, പാർട്ടി തിരുത്തുകയാണെന്ന് പറയുന്നു, പരാജയകാരണങ്ങളൊക്കെ പഠിക്കുകയും ചെയ്തു. കേന്ദ്ര കമ്മിറ്റി അടക്കം പരിശോധിച്ച ശേഷം പറഞ്ഞിട്ടുള്ളത് പയ്യന്നൂരിലും തളിപ്പറമ്പിലും സ്ഥാനാർത്ഥി നിർണയത്തിൽ പാളിച്ച പറ്റിയെന്നാണല്ലോ. അപ്പോൾ അങ്ങനെ പറഞ്ഞ ശേഷം ആ സ്ഥാനാർത്ഥി നിർണയം ഇങ്ങനെ തന്നെയായിരുന്നു നടത്തേണ്ടത് എന്നാണ് കണ്ണൂർ ജില്ലാ സെക്രട്ടറി ഇന്ന് പ്രസംഗിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നേതൃത്വത്തിന്റെ നിലപാട് തന്നെ വിരുദ്ധമാണോ? നേതൃത്വത്തെ വെല്ലുവിളിച്ചു. ഇന്ന് കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ രാഗേഷ് നടത്തിയ പ്രസംഗം അതൊരു പ്രകോപന പ്രസംഗമായിരുന്നു. അതൊരു പാർട്ടി നൽകിയിട്ടുള്ള നിർദ്ദേശം അനുസരിച്ച് ഒരു വിവേകത്തോടു കൂടിയുള്ള പ്രസംഗമാണ് എന്ന് ഞാൻ കരുതുന്നില്ല. അത് അല്പം കടന്ന കൈയായിപ്പോയി. മാത്രമല്ല, ഇപ്പോൾ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ CPIM കേന്ദ്ര കമ്മിറ്റി വളരെ വിശാലമായി കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വിലയിരുത്തുകയും എന്തുകൊണ്ടാണ് കേരളത്തിൽ പിഴവുകൾ സംഭവിച്ചത്, എന്തുകൊണ്ടാണ് പാർട്ടിക്ക് തിരിച്ചടി സംഭവിച്ചത് എന്നത് കൃത്യമായി വിലയിരുത്തി കേന്ദ്ര കമ്മിറ്റി ഇറക്കിയ അവലോകന റിപ്പോർട്ടാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ കേന്ദ്ര കമ്മിറ്റി ഇറക്കിയ അവലോകന റിപ്പോർട്ടിൽ വളരെ കൃത്യമായി തന്നെ കണ്ണൂരിലെ സ്ഥാനാർത്ഥി നിർണയം അമ്പേ പാളി എന്ന് വളരെ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. ഈ അവലോകന റിപ്പോർട്ടിൻ്റെ 8ാം പേജിൽ ദ സ്റ്റേറ്റ് റിവ്യൂ റിപ്പോർട്ട് അക്സെപ്റ്റ് ഓൾ ലാപ്സസ് ദാറ്റ് ഒക്കേർഡ് ഇൻ ദ സെലക്ഷൻ ഓഫ് കാൻഡിഡേറ്റ് particularly Kannur district. This failure sent a negative message to entire state. കണ്ണൂരിലെ ഈ സ്ഥാനാർത്ഥി നിർണയം സംസ്ഥാനം മുഴുവൻ ഒരു തെറ്റായ സന്ദേശം പരത്തിയെന്നാണ് ഈ റിവ്യൂ റിപ്പോർട്ടിൽ പറയുന്നത്. The selection of candidate in Taliparamba and Payyanur was not decided taking sufficient care, which was admitted by the state committee. The lapses candidate selection in Payyanur and Taliparamba was accepted self-critically in Kannur district committee review report. അപ്പോൾ ഇത് കേന്ദ്ര കമ്മിറ്റി അക്സെപ്റ്റ് ചെയ്ത, കേന്ദ്ര കമ്മിറ്റി അംഗീകരിച്ചിട്ടുള്ള അവലോകന റിപ്പോർട്ടാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ പാർട്ടി തിരുത്തൽ വരുത്തണം എന്ന് CPIM കേന്ദ്ര നേതൃത്വം നിർദ്ദേശിച്ചിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ ഏറ്റവും വിവാദമായ കണ്ണൂരിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് തിരുത്തലുകൾ ആലോചിക്കുന്നിടയിലാണ് ആ കണ്ണൂരിൽ തന്നെ ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രകോപന നീക്കമുണ്ടായിട്ടുള്ളത്. നമുക്ക് ഇവിടെ ഈ സമരത്തിൻ്റെ സാഹചര്യമൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ അവിടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ രാഗേഷ് ഇന്ന് ഈ രീതിയിലല്ല പ്രസംഗിക്കേണ്ടിയിരുന്നത് എന്നതാണ്. അവിടെ പാർട്ടി രണ്ട് തട്ടിലാണുള്ളത്. പാർട്ടി അനുഭാവികൾ രണ്ട് തട്ടിലാണ്. ഇപ്പോഴും ആ പ്രശ്നം നേതൃത്വത്തിന് പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ വിഷയത്തിൽ ആ പ്രശ്നം ഉണ്ടായതിലും ആ വിഷയം പരിഹരിക്കുന്നതിലും നേതൃത്വത്തിന് വലിയ പാളിച്ചകൾ അക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ഈ വിഷയത്തിലെ നടപടികളും കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ഈ വിഷയത്തിൽ കണ്ണൂർ ജില്ലാ കമ്മിറ്റി എടുത്തിട്ടുള്ള ഓരോ നീക്കങ്ങളിലും വലിയ പാളിച്ചകൾ തന്നെ ഉണ്ടായിട്ടുണ്ട്. അത് ആ തെരഞ്ഞെടുപ്പ് കാലം മുതൽ തന്നെ അങ്ങനെയായിരുന്നു. ഇത് ഈ 2 മണ്ഡലങ്ങളിൽ മാത്രമല്ല, ഈ 2 മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ നിർണയിച്ചതിലൂടെ, തെറ്റായ രീതിയിൽ തീരുമാനിച്ചതിലൂടെ കണ്ണൂർ ജില്ലയിൽ മാത്രമല്ല അതിൻ്റെ എഫക്റ്റ് കാസർഗോഡുണ്ടായി, പാലക്കാടുണ്ടായി, മറ്റ് പല മേഖലകളിലുമുണ്ടായി. അത് സംസ്ഥാനം മുഴുവൻ അതൊരു തെറ്റായ സന്ദേശമായി എന്നതാണ് CPIM കേന്ദ്ര കമ്മിറ്റി തന്നെ വിലയിരുത്തുന്നത്. ഏതായാലും ഇന്ന് ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയൊരു ഡെവലപ്മെൻറ്റ് എന്നത് ഇപ്പോൾ ആരോപണ വിധേയനായ മുൻ MLA TI മധുസൂദനൻ ഈ കണക്ക്, എന്താണ് കണക്ക് എന്നത് വി കുഞ്ഞികൃഷ്ണനെ ഒരു വക്കീൽ നോട്ടീസ് മുഖാന്തരം അറിയിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഈ വക്കീൽ നോട്ടീസ് മുഖാന്തരം അറിയിച്ച കണക്കുകൾ ഞാൻ വിശദീകരിക്കുന്നില്ല, അതൊക്കെ തന്നെ നേരത്തെ വിശദമായി പുറത്തു വന്നിട്ടുള്ള വിവരങ്ങളാണ്. പക്ഷേ ഈ കണക്ക് വെളിപ്പെടുത്തൂ എന്ന് പറഞ്ഞ് നേരത്തെ തന്നെ ഒരുപാട് ആവശ്യങ്ങൾ ഉയർന്നിരുന്നു. അതാണ് വി കുഞ്ഞികൃഷ്ണൻ ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് വലിയ വിഷയമാക്കി ഉയർത്തിക്കൊണ്ടുവന്നത്. അന്നൊക്കെ തന്നെ CPIM ഇത് വെളിപ്പെടുത്തുന്നതിൽ നിന്ന് പുറകോട്ട് പോയി എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അന്ന് CPIMൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ വാർത്താസമ്മേളനം നടത്തിയപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉയർത്തിയെങ്കിൽ പോലും അതിന് കൃത്യമായി മറുപടി നൽകിയില്ല. ഇപ്പോൾ കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ രാഗേഷ് പോലും അത് നിങ്ങളോട് വെളിപ്പെടുത്തേണ്ട കാര്യമില്ല, പരസ്യമായി വെളിപ്പെടുത്തേണ്ട കാര്യമില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ നമ്മൾ ഓർക്കേണ്ട കാര്യം, ഇത് പുതിയ കാലമാണ്. കൃത്യമായ സ്ക്രൂട്ടിനി ഉണ്ടാകും. ജനങ്ങൾ ഇതെല്ലാം നിരീക്ഷിക്കുന്നുണ്ട്, ജനങ്ങൾ ഇതെല്ലാം പരിശോധിക്കുന്നുണ്ട്. നിങ്ങളുടെ കൈകൾ സുതാര്യമാണെങ്കിൽ അത് തുറന്നു പറയാനുള്ള ആർജവം അന്നും ഇന്നും എല്ലാ കാലത്തും ഉണ്ടാകണം. അതല്ല എങ്കിൽ ജനങ്ങൾ നിങ്ങളെ തിരുത്തും എന്ന് വി കുഞ്ഞികൃഷ്ണൻ പറഞ്ഞതുപോലെയുള്ള സാഹചര്യം ഉണ്ടാവുകയാണ്. നോക്കി, ഈ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി എന്ന് പറയുന്നതിൻ്റെ പല കാരണങ്ങളിലൊന്ന് കണ്ണൂരിലെ ഈ സ്ഥാനാർത്ഥി നിർണയമാണ്. അതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് കണ്ണൂർ ജില്ലാ കമ്മിറ്റിക്കും സംസ്ഥാന നേതൃത്വത്തിനും ഒഴിഞ്ഞു മാറാനേ കഴിയില്ല എന്നുള്ളതാണ്. അവിടെ വലിയ പിഴവ് സംഭവിച്ചിട്ടുണ്ട്. നോക്ക്, ഇവിടെ കേരളത്തിൽ ഇനി പാർട്ടിക്ക് തിരിച്ചു വരണം എങ്കിൽ ഈ കേന്ദ്ര കമ്മിറ്റി ഈ റിവ്യൂ റിപ്പോർട്ടിൽ പറഞ്ഞ് മുന്നോട്ട് വെച്ചിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായി കേരളത്തിൽ പാർട്ടി നേതൃത്വം നടപ്പാക്കണം.
അത് നടപ്പാക്കിയില്ല എങ്കിൽ CPM-ന് കേരളത്തിൽ ശക്തമായി തിരിച്ചു വരിക, സംഘടനാപരമായി സംഘടനാ ശക്തി വീണ്ടെടുത്തുകൊണ്ട് തിരിച്ചു വരിക എന്ന് പറയുന്നത് അത്ര എളുപ്പമാകില്ല. നോക്കൂ, ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ CPM-ന് വലിയ വോട്ട് ശതമാനത്തിൽ വലിയ ഇടിവുണ്ടായിട്ടില്ല എങ്കിൽ പോലും വലിയ തകർച്ച, ഒരു CPM പ്രതീക്ഷിച്ച വോട്ടുകൾ കിട്ടിയിട്ടില്ല. 37.6% വോട്ടാണ് ഇടതുപക്ഷത്തിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കിട്ടിയത്. 46.5% വോട്ടാണ് UDF-ന് കിട്ടിയത്. BJP വോട്ട് ശതമാനം വർദ്ധിപ്പിച്ചിട്ടില്ല. 10% വോട്ടിൻ്റെ വ്യത്യാസം ഇവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും, 10%-ഓളം വ്യത്യാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും BJP വിരുദ്ധ രാഷ്ട്രീയം, ഞാൻ നേരത്തെയൊക്കെ ചർച്ചകളിൽ പറഞ്ഞതുപോലെ BJP വിരുദ്ധ രാഷ്ട്രീയം ഇന്നും കേരളത്തിൽ വളരെ ശക്തമായി നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരു BJP വിരുദ്ധ രാഷ്ട്രീയം ഒരു അണുയിട വ്യത്യാസമില്ലാതെ ശക്തമായി മുന്നോട്ട് വെച്ച് CPM ഇടതുപക്ഷം കേരളത്തിൽ മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ കേരളത്തിൽ ഇനി CPM-ന് ഇടതുപക്ഷത്തിന് തിരിച്ചു വരാൻ സാധിക്കുകയുള്ളൂ. അവിടെ പരിഹരിക്കേണ്ട സംഘടനാ വിഷയങ്ങൾ കൂടിയുണ്ട്. കാരണം പാർട്ടിയിൽ ഉണ്ടാകുന്ന പ്രശ്നവും അക്കാര്യത്തിനൊപ്പം വളരെ വിശദമായി പരിശോധിക്കുകയും അത് പരിഹരിക്കുകയും വേണം. ഏതായാലും പിഴവുകൾ സമ്മതിക്കുമ്പോൾ തന്നെ ആ പിഴവുകൾ സമ്മതിക്കാതെയുള്ള പെരുമാറ്റം ഉണ്ടാകുന്നത് ശരിയല്ല. നോക്കൂ, TI മധുസൂദനെ അവിടെ പയ്യന്നൂരിൽ സ്ഥാനാർത്ഥിയാക്കിയത് തെറ്റായിപ്പോയി. അവിടുത്തെ സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്തതിൽ തെറ്റ് സംഭവിച്ചു എന്ന് കേന്ദ്ര നേതൃത്വം ഒരു റിപ്പോർട്ടിലൂടെ വളരെ കൃത്യമായി അവലോകനം ചെയ്ത് സംസ്ഥാന ഘടകത്തോട് നിങ്ങളത് തിരുത്തൂ എന്ന് പറയുമ്പോൾ TI മധുസൂദനെ അവിടെ സ്ഥാനാർത്ഥിയാക്കാതിരിക്കാൻ നിർവാഹമില്ലായിരുന്നു. TI മധുസൂദനെ സ്ഥാനാർത്ഥിയാക്കിയത് V കുഞ്ഞികൃഷ്ണൻ ഉയർത്തിയ ആരോപണങ്ങൾ തെറ്റാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നതിൽ ഒരു ന്യായവുമില്ല. അവിടെ കേന്ദ്ര നേതൃത്വം മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങളോട് ഉള്ള ഒരു ബഹുമാനക്കുറവ് നമുക്ക് കാണേണ്ടി വരും. CPM വളരെ കൃത്യമായി ഈ തെരഞ്ഞെടുപ്പിനെ അവലോകനം ചെയ്തിട്ടുണ്ട്, കൃത്യമായി ഈ തെരഞ്ഞെടുപ്പിനെ കൃത്യമായി പരിശോധിച്ചിട്ടുണ്ട്. നമ്മളിവിടെയൊക്കെ തന്നെ വളരെ കൃത്യമായി സ്മരിക്കേണ്ടത് മുൻ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയെയാണ്. സീതാറാം യെച്ചൂരി പല കാലങ്ങളിലും ഈ തെരഞ്ഞെടുപ്പ് പരാജയമുണ്ടാകുമ്പോൾ തെരഞ്ഞെടുപ്പ് സാഹചര്യങ്ങൾ വിലയിരുത്തുമ്പോൾ വളരെ കൃത്യമായി കമ്മിറ്റികളിൽ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അത് ദ മാർക്സിസ്റ്റിലും അതുപോലെ തന്നെ PD-യിലുമൊക്കെ തന്നെ കൃത്യമായി എഴുതിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഓരോ തെരഞ്ഞെടുപ്പ് പരാജയങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ, വിലയിരുത്തുമ്പോൾ അതിൽ എല്ലാ പാളിച്ചകളും വളരെ കൃത്യമായി മുകൾ തട്ടിലേക്ക് റിപ്പോർട്ട് ചെയ്യണം എന്ന് CPM-ൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന സീതാറാം യെച്ചൂരി, അന്തരിച്ച സീതാറാം യെച്ചൂരി പറഞ്ഞിട്ടുണ്ട്. പല തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടുകളും പലപ്പോഴും നേതൃത്വത്തെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നേതൃത്വം ചിന്തിക്കുന്ന രീതിയിലായി പോകുന്നു എന്നൊരു വിമർശനം കൂടി അദ്ദേഹം ഉയർത്തിയിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലൊന്നും റിപ്പോർട്ടിങ്ങുകൾ വരുന്നത് ശരിയല്ല. അതാണ് ഇത്തവണ സംസ്ഥാന ഘടകം തയ്യാറാക്കിയ റിപ്പോർട്ട് പൂർണ്ണമായി കേന്ദ്ര കമ്മിറ്റി അംഗീകരിക്കാതിരുന്നൊരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നത്. പിന്നീട് കേന്ദ്ര നേതൃത്വം അതിൽ ചില തിരുത്തലുകൾ ആവശ്യപ്പെട്ട സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഏതായാലും ഈ റിവ്യൂ റിപ്പോർട്ടൊക്കെ തന്നെ കൃത്യമായി ചർച്ച ചെയ്ത് അത് പരിഹരിക്കാനുള്ള നീക്കങ്ങളിലേക്ക് പാർട്ടി പോകണം. വീണ്ടും 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 അബദ്ധങ്ങൾ ചെയ്തുകൊണ്ട് ഈ പാർട്ടി അണികളെ, പാർട്ടി വിശ്വാസികളെ, ഈ പാർട്ടിയോട് സ്നേഹമുള്ള മനുഷ്യരെ കൂടുതൽ കൂടുതൽ അകറ്റി നിർത്തുന്ന തീരുമാനങ്ങളിലേക്ക് പോകാൻ പാടില്ല. പക്വതയോടുകൂടി ഈ സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള തീരുമാനങ്ങൾ CPIM സംസ്ഥാന നേതൃത്വത്തിൽ നിന്നും ജില്ലാ നേതൃത്വത്തിൽ നിന്നും ഉണ്ടാകണം എന്നതാണ് എനിക്ക് ഈ ഘട്ടത്തിൽ പറയാം. യഥാർത്ഥത്തിൽ വെല്ലുവിളിക്കുകയല്ലേ ചെയ്തിരിക്കുന്നത് നേതൃത്വത്തെ? അതാണ് ഞാൻ പറഞ്ഞത്. ഇത് കേന്ദ്ര നേതൃത്വം നിർദ്ദേശിച്ചതിന് അനുസരിച്ചല്ല KK രാഗേഷിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു പ്രതികരണം എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ സുനിൽ, ഇപ്പോൾ മധുസൂദനൻ കോടതിയിലേക്കും കൂടെ പോയിരിക്കുകയാണല്ലോ തെരഞ്ഞെടുപ്പ് വിധിയെ ചോദ്യം ചെയ്തുകൊണ്ട്. വിധിയെ ചോദ്യം ചെയ്തു എന്നുള്ള ആ തെരഞ്ഞെടുപ്പിലുടനീളം ഉന്നയിച്ച പ്രചാരണ വിഷയങ്ങളെല്ലാം തന്നെ തെറ്റായിരുന്നു, അത് എനിക്ക് മാനഹാനി ഉണ്ടാക്കി എന്ന് പറഞ്ഞ് അദ്ദേഹം പോകുന്നത് ഒരു വ്യക്തിപരമായ ഒരു കേസായിട്ട് അങ്ങനെ അതിനെ കാണുന്നുണ്ടോ? അല്ല, പോകാൻ കഴിയുമോ പാർട്ടിയുടെ ഭാഗത്തുനിന്ന്? ഇതിപ്പോൾ TI മധുസൂദൻ്റെ അദ്ദേഹത്തിന് വ്യക്തിപരമായി ഈ വിഷയത്തിൽ എന്തെങ്കിലും ചോദ്യം ചെയ്യാനുണ്ടെങ്കിൽ, ഇതൊരു തെരഞ്ഞെടുപ്പ് കേസാണെന്ന് അദ്ദേഹത്തിന് വ്യക്തിപരമായി തോന്നുന്നുണ്ടെങ്കിൽ കോടതിയിൽ പോകുന്നതിന് ഒരു കുഴപ്പവുമില്ല. ഇതിപ്പോൾ ജനപ്രാതിനിധ്യ നിയമപ്രകാരം ഒരാളെ വ്യക്തിഹത്യ ചെയ്തുകൊണ്ട് നിങ്ങളൊരു തെരഞ്ഞെടുപ്പ് വിജയം നേടിയിട്ടുണ്ടെങ്കിൽ നിയമപരമായി അത് ചോദ്യം ചെയ്യാൻ കഴിയും. അതാണ് ഇവിടുത്തെ പ്രശ്നം. അപ്പോൾ അത് ചോദ്യം ചെയ്യാനുള്ള അവകാശം മധുസൂദനുണ്ട്. അത് കോടതിയിൽ പോകുന്ന വിഷയമാണ്. ഞാൻ പറഞ്ഞത് പ്യൂർലി പൊളിറ്റിക്സ് ആണ്, ഇതിന്റെ ഒരു സംഘടനാപരമായ സാഹചര്യമാണ്. ഞാൻ പറഞ്ഞത് CPM-നെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര നേതൃത്വം ഈ വിഷയത്തിൽ ഒരു തിരുത്തൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവിടെ വലിയ കുഴപ്പമുണ്ട്, കണ്ണൂരിലെ പാർട്ടിയിൽ വലിയ കുഴപ്പമുണ്ട്, അത് നിങ്ങൾ പരിഹരിക്കണം, അതിന് ഇന്ന മാർഗങ്ങൾ സ്വീകരിക്കണം എന്ന് നിർദ്ദേശിച്ചിരിക്കെ നിങ്ങൾ അവിടെ പോയി ഒരു പ്രകോപന പ്രസംഗം നടത്തരുത്. മാത്രമല്ല, ഏതെങ്കിലും ഒരു പക്ഷം പിടിക്കുന്ന ഒരു സമീപനം പാർട്ടി ജില്ലാ നേതൃത്വം എടുക്കാൻ പാടില്ല എന്നതാണ്. കാരണം അവിടെ പാർട്ടി രണ്ട് തട്ടിൽ നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു.
വെല്ലുവിളിയായിരുന്നു. അതാണല്ലോ ഞാൻ പറഞ്ഞു. ഇത്രയും പറഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനാണ്? ശരി, വോട്ട് രേഖപ്പെടുത്തുന്നതും അഭിപ്രായവും തമ്മിലുള്ള വ്യത്യാസം കണ്ട് ചോദിച്ചത്. ശരി, നമുക്ക് തിരിച്ചെത്താൻ വേണ്ട. നേതൃത്വത്തെ വെല്ലുവിളിച്ചു എന്നാണ് ചോദ്യം. മാധു, പ്രകടമാണ് അത്. ഒന്നാമത്തെ കാര്യം, നേതൃത്വത്തെ അംഗീകരിക്കുന്നുണ്ടോ എന്നത് കൂടി വ്യക്തമാക്കേണ്ടതാണ്. ഇപ്പൊ രണ്ട് വിഷയങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. ഒന്ന്, നമുക്ക് ആദ്യം കെ രാഗേഷിന്റെ കാര്യം സംസാരിച്ചു തുടങ്ങാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ടി. മസൂദനാണ് ഈ ചർച്ചയുടെ പ്രധാനപ്പെട്ട കാര്യമെങ്കിലും. ഇപ്പൊ അദ്ദേഹത്തിനൊരു പരാമർശം, തിരഞ്ഞെടുപ്പിൽ തോറ്റു എന്ന് കരുതി പയ്യന്നൂരിലെ പാർട്ടി ഒലിച്ചുപോയി എന്ന് ആരും കരുതേണ്ടതില്ല, കുറച്ച് ബാക്കിയുണ്ട്. അത് കണ്ടുപിടിച്ചെടുത്ത് ഒഴുക്കിലെറിഞ്ഞു കളയാൻ നിർബന്ധ ബുദ്ധിയുള്ള പ്രതിജ്ഞാബദ്ധരായ ആളുകൾ ഇവിടെയും ഇനി ബാക്കിയുണ്ട് എന്നാണോ അദ്ദേഹം ഉദ്ദേശിച്ചത് എന്ന് എനിക്കറിയില്ല. അദ്ദേഹം ഇന്ന് അവിടെ പോയി നടത്തിയ പ്രകോപന പ്രസംഗത്തിൽ പറയുന്ന ഒരു കാര്യം നോക്കൂ, വി കുഞ്ഞികൃഷ്ണന്റെ അനുയായിയുടെ ഷെഡ് കത്തിച്ചു എന്ന് പറയുന്ന ആരോപണം അവിടെ വലിയ പ്രശ്നമാണ്. അപ്പോൾ ഇതിന് കോമഡി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ചെയ്തതിന് പിന്നിൽ പാർട്ടി ഇല്ല എന്നാണ് അദ്ദേഹം വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് എന്താണെന്നറിയാമോ? ആ ഷെഡ് മാത്രമല്ല, അതിൻ്റെ അടിയിലുള്ളത് മാന്തിയെടുക്കാൻ ശേഷിയുള്ള പ്രസ്ഥാനമാണ് പയ്യന്നൂരിലെ CPM എന്ന്. പ്രിയപ്പെട്ട കെ രാഗേഷ്, അങ്ങനെ മാന്താൻ പോകുമ്പോൾ അതിൻ്റെ അടിയിൽ എവിടെയെങ്കിലും പാർട്ടിയുടെ ഇനിയും കുറ്റിയച്ചിട്ടില്ലാത്ത വേരുകളുണ്ടെങ്കിൽ അതുകൂടി കൃത്യമായി കണ്ടെത്തണം എന്നതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇപ്പോഴും ഈ സാഹചര്യത്തിലും അവിടെ പോയി ഇങ്ങനെ പ്രകോപന പ്രസംഗം നടത്തണമെങ്കിൽ ആ കമ്മിറ്റ്മെൻ്റ് എവിടെയാണ് എന്ന കാര്യം സംശയമാണ്. അത് ഡിബേറ്റബിൾ ആണ് എന്നുകൂടിയാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ഈ കാര്യത്തിൽ പങ്കില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് AN ഷംസീർ കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചു. AN ഷംസീർ കഴിഞ്ഞ ദിവസം പ്രസംഗിച്ച സമയത്ത് ഈ വിമർശന വിധേയമായ മുഴുവൻ കാര്യങ്ങളെയും കുറിച്ച് എടുത്തു പറയുന്നുണ്ട്. AN ഷംസീറിന് അത് പ്രസംഗിക്കാനുള്ള എന്താ പറയുക, ഒരു ബാക്ക്ഗ്രൗണ്ട് എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? കേന്ദ്ര കമ്മിറ്റി വിമർശനങ്ങൾ എണ്ണി പറഞ്ഞതുകൊണ്ടാണ്. അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകർ അങ്ങനെയാണ്. ഇദ്ദേഹം ചെയ്യുന്നത് എന്താണ്? കേന്ദ്ര കമ്മിറ്റി അംഗീകരിച്ച, വിമർശിച്ച പാർട്ടിയുടെ ഔദ്യോഗികമായ വെബ്സൈറ്റിൽ ഇപ്പോഴുമുള്ള രേഖയ്ക്ക് വിരുദ്ധമായിട്ടാണ് സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ള കാര്യങ്ങളിൽ കെ രാഗേഷ് പ്രസംഗിക്കുന്നത്. അദ്ദേഹത്തിന്റെ ചുമതല എന്താണ്? അദ്ദേഹത്തിന്റെ ചുമതല ജില്ലാ സെക്രട്ടറി എന്നതാണ്. അദ്ദേഹം അതിനു മുൻപ് വഹിച്ചിരുന്ന അതിനേക്കാൾ പ്രധാനപ്പെട്ട ചുമതലയായിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ. അപ്പോൾ എന്നിട്ട് അദ്ദേഹം ഇപ്പോൾ പാർട്ടി അംഗീകരിച്ച രേഖയ്ക്കും നയത്തിനും നിലപാടിനും വിരുദ്ധമായ രാഷ്ട്രീയ പരാമർശങ്ങളാണ് നടത്തുന്നത്. ഒന്നും മനസ്സിലാക്കണം, തളിപ്പറമ്പിലും പയ്യന്നൂരിലും പാർട്ടിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. കാരണം അവിടെ നിന്ന് നഷ്ടപ്പെട്ടു പോയത് പാർട്ടിയുടെ ഏറ്റവും കോറായ വോട്ടുകളാണ്. അത് തിരിച്ചു പിടിക്കാനുള്ള ശ്രമമാണ് പാർട്ടി നടത്തേണ്ടത് എന്ന് തോന്നുന്നു. ഇപ്പോൾ നോക്കൂ, ഭരണപക്ഷത്തിനെതിരെ ഉന്നയിക്കാവുന്ന പരമാവധി വിമർശനങ്ങൾക്കുള്ള സാഹചര്യം പാർട്ടിക്കുണ്ട്. ആ സമയത്താണ് ഈ വ്രണം കുത്തി വീണ്ടും വേദനിപ്പിക്കുന്നത് പോലെ പാർട്ടിക്കെതിരെ പാർട്ടി അണികൾ തിരിച്ചു കുത്താൻ കാരണമായ കാര്യങ്ങൾ വീണ്ടും എണ്ണിപ്പറഞ്ഞ് ഈ പ്രസംഗം നടത്തുന്നത് എന്തിനാണ്? എന്ത് കോൺട്രിബ്യൂഷനാണ്? ഇപ്പം ഞാൻ വിചാരിക്കുന്നത് വി കുഞ്ഞികൃഷ്ണൻ ഇനി ഇപ്പം അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ പുസ്തകം ആണല്ലോ ഈ വക്കീൽ നോട്ടീസിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അത് പിൻവലിക്കണമെന്ന് അടക്കമുള്ള കാര്യങ്ങൾ. ഇനി വി കുഞ്ഞികൃഷ്ണൻ പുസ്തകം എഴുതുന്നുണ്ടെങ്കിൽ അതിന് അദ്ദേഹത്തിന് തലക്കെട്ടിടാവുന്ന ഒരു കാര്യം ഒരു ജില്ലാ സെക്രട്ടറിയുടെ സംഭാവനകൾ എന്നതാണ്. കാരണം അദ്ദേഹത്തിന് വളരെ വ്യക്തിപരമായി അറിയാവുന്ന, എഴുതാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഇദ്ദേഹത്തിന് ജില്ലാ സെക്രട്ടറി പദവിക്കെതിരെ പാർട്ടിയുടെ ഒരു വിഭാഗം MA ബേബിക്കടക്കം പരാതി നൽകിയിട്ടുണ്ട്. എങ്ങനെയാണ് ജില്ലാ കമ്മിറ്റിയിൽ അംഗമല്ലാത്ത ആളുകൾ ജില്ലാ സെക്രട്ടറി ആകുന്നത് എന്നൊരു ചോദ്യം ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. ഈ പരാമർശങ്ങളുടെ അടക്കമുള്ള കാര്യങ്ങൾ വിമർശനം ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളെ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ തന്നെ തള്ളിപ്പറയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതിനു മുമ്പ് ന്യൂനപക്ഷങ്ങളുടെ വോട്ട് പാറ്റേണുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ പരാമർശമുണ്ട്. ഇങ്ങനെ എവിടെയൊക്കെ സമ്മർദ്ദത്തിലാക്കാമോ, എവിടെയൊക്കെ തിരിച്ചടി ഉണ്ടാക്കാമോ എന്ന് അന്വേഷിച്ച് ഇത്രത്തോളം കർത്തവ്യ ബദ്ധതയോടുകൂടി ഇത് പറയാൻ കഴിയുന്ന സാഹചര്യത്തെ ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നു എന്നതാണ് എനിക്ക് അതിൽ പറയാനുള്ളത്. ഇനി ഈ സ്ഥാനാർത്ഥി നിർണയം, പയ്യന്നൂരിലും തളിപ്പറമ്പിലും സ്ഥാനാർത്ഥി നിർണയം ഒരു വിഷ്വൽ ഓർമ്മയുണ്ടോ? അതായത് TK ഗോവിന്ദൻ ഒരു ബൂത്തിലേക്ക് പോകുന്നു തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത്. നമ്മളൊക്കെ ലൈവായിട്ട് റിപ്പോർട്ട് ചെയ്തതാണ്. അവിടെ കൂടി ഒരു സംഘം TK ഗോവിന്ദനെയും TK ഗോവിന്ദൻ്റെ ഭാര്യയും അദ്ദേഹത്തെ അനുഗമിച്ച ഭാര്യയെയും കൂവി അവിടെ നിന്ന് പറഞ്ഞു വിടാൻ ശ്രമിക്കുന്നുണ്ട്. അവിടെ തന്നെ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അന്നത്തെ ദിവസം അതുണ്ടാക്കിയ ഇമ്പാക്റ്റ് എന്താണെന്നറിയാമോ? ഇതൊരു ജനാധിപത്യമല്ലേ? തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ജനാധിപത്യം ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെടുന്ന ദിവസമല്ലേ? ശരിയാണ്, പാർട്ടിയുമായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, എതിർത്ത് മത്സരിക്കുകയാണ്. അപ്പോഴും തിരഞ്ഞെടുപ്പ് നടക്കുന്ന ബൂത്ത് എന്ന് പറയുന്നത് പാർട്ടിക്ക് എന്തെങ്കിലും പ്രത്യേക അധികാരമുള്ള ഇടമല്ല എന്ന് തിരിച്ചറിയാനുള്ള ജനാധിപത്യം പോലും ഇത്രയും കാലത്തിന് ശേഷം ഉണ്ടായിട്ടില്ല എന്നൊരു ചോദ്യം ഉണ്ടാക്കിയ നിമിഷമാണ്. അവിടെ നിന്ന് TK ഗോവിന്ദൻ പോകുന്നു. തോറ്റുപോകുമെന്ന പാർട്ടി വിചാരിച്ചത്, കുറച്ച് വോട്ട് കളക്ട് ചെയ്യുമെന്ന് വിചാരിച്ചു. പക്ഷേ ഇല്ല, ജയിച്ചു. ഇന്ന് ഈ പറയുന്ന പാർട്ടിയുടെ കോട്ടയിലെ MLA ആണ് വി കുഞ്ഞികൃഷ്ണൻ. തോറ്റുപോകും എന്ന് തന്നെയാണ് പാർട്ടി വിചാരിച്ചത്. കാരണം 50,000 വോട്ടിന്റെ മലയപ്പുറത്ത് കയറാനുണ്ടായിരുന്നത് പൊടിഞ്ഞുപോയി.
അത് പൊടിഞ്ഞു പോവുകയും അവിടെ വി കുഞ്ഞികൃഷ്ണൻ ജയിക്കുകയും ചെയ്തു. നോക്കൂ, അവരോടുള്ള എന്തെങ്കിലും പ്രത്യേക താല്പര്യം കൊണ്ടോ പാർട്ടിക്കെതിരായ ഏറ്റവും വലിയ അനുഭാവം കൊണ്ടോ ഒന്നുമല്ല. പാർട്ടി തിരുത്തണം. വി കുഞ്ഞികൃഷ്ണന്റെ ആദ്യത്തെ പുസ്തകത്തിന്റെ പേര് നേതൃത്വത്തെ അണികൾ തിരുത്തുമ്പോൾ എന്ന് തന്നെയാണ് അന്നത്തെ അവിടുത്തെ അണികൾ തീരുമാനിച്ചത്, ചിന്തിച്ചത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്നിട്ട് ഇപ്പോഴും ആ പ്രകോപനം തുടരുകയാണ് എന്നതാണ്. ഇനി ഈ ഫണ്ടുമായി ബന്ധപ്പെട്ട് കെ രാഗേഷിന്റെ പരാമർശം എന്തായിരുന്നു? നിങ്ങളോട് പറയേണ്ടതില്ല എന്ന്. എപ്പോഴാണ്? തിരഞ്ഞെടുപ്പിന്റെ സമയത്ത്. ഇന്നിപ്പോൾ ഒരു വക്കീൽ നോട്ടീസിന്റെ ഭാഗമായിട്ട് മധുസൂദന് പുറത്തുവിടാൻ കഴിയുന്ന കണക്കാണ് പാർട്ടിയുടെ കയ്യിൽ ഉണ്ടായിരുന്നത് എങ്കിൽ തിരഞ്ഞെടുപ്പിന് മുമ്പ് ഇതേ മധുസൂദനും ഇതേ കെ രാഗേഷിനും ഒക്കെ ചേർന്ന് ആ കണക്ക് പറഞ്ഞുകൂടായിരുന്നോ? എത്ര വലിയ ഡാമേജ് കുറഞ്ഞേനെ. അങ്ങനെ ഒരു കണക്ക് കൃത്യമായി പാർട്ടിക്ക് പുറത്തുവിടാൻ കഴിയുന്ന കണക്കുണ്ടായിരുന്നു എങ്കിൽ, ഇരുന്ന് വെല്ലുവിളിക്കുന്നതിന് പകരം ഈ കണക്ക് പുറത്തുവിട്ടിരുന്നു എങ്കിൽ ആ ഡാമേജ് എത്രമാത്രം കുറയുമായിരുന്നു. ധനരാജ് രക്തസാക്ഷി ഫണ്ടുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകർക്കും കോൺഗ്രസുകാർക്കും മാത്രമേ ചോദ്യങ്ങളുള്ളൂ എന്ന് ധരിച്ചുവോ? ആ ചോദ്യങ്ങളാണ് തിരിച്ചുകുത്തലിലൂടെ പാർട്ടി അണികൾ നിങ്ങളുടെ മുന്നിൽ വെച്ചത് എന്ന് ഇനിയും തിരിച്ചറിഞ്ഞിട്ടില്ല എങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ഇനി ഈ കെ രാഗേഷിനെതിരെ മറ്റൊരു വിമർശനം ഉയർന്നത് AV ബാലൻ അനുസ്മരണത്തിന് അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒരു ചിത്രങ്ങൾ മാത്രമാണ് പങ്കുവച്ചിരുന്നത്. അതിന് കീഴിൽ വലിയ തോതിൽ വിമർശനമുണ്ടായി പാർട്ടി അനുഭാവികളിൽ നിന്ന്. എന്തുകൊണ്ടാണ് ധീര രക്തസാക്ഷി അനുസ്മരിച്ച് 2 വരി എഴുതാൻ കഴിയാത്തത് എന്നുള്ളതായിരുന്നു ചോദ്യം. അതിന് സമയമില്ലെങ്കിൽ ഞങ്ങൾ അനുസ്മരിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ്, ധീരനായ പാർട്ടി പ്രവർത്തകനെ അനുസ്മരിക്കാൻ ഞങ്ങൾക്ക് കഴിയുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ലേഖനങ്ങൾ വരെ എഴുതി ആളുകൾ. അപ്പോൾ അങ്ങനെ രാഗേഷ് ചെയ്യുന്നതിലെ ഓരോന്നിനെയും പാർട്ടി പ്രവർത്തകർ ഓഡിറ്റ് ചെയ്യുന്നുണ്ട് എന്നതാണ് ഞാൻ. അപ്പം അത് അദ്ദേഹം ചെയ്ത എന്തെങ്കിലും കുറ്റമാണോ എന്നുള്ളതല്ല. ആ ദിവസം അദ്ദേഹം ആ ചിത്രം പങ്കുവെക്കാൻ തയ്യാറായി. പക്ഷെ അത് പര്യാപ്തമല്ല എന്ന് അദ്ദേഹത്തെ ഓഡിറ്റ് ചെയ്യാൻ പാർട്ടി പ്രവർത്തകർ തയ്യാറാകുന്നത് നിരന്തരമായി ഇത്തരം കാര്യങ്ങളിലൂടെയാണ്. രക്തസാക്ഷി പാർട്ടിക്ക് മുകളിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന ചോദ്യത്തിന് പാർട്ടിക്കാരൻ്റെ മറുപടി രക്തസാക്ഷികളുണ്ട് എന്നതാണ്. അപ്പോൾ ആ ഫണ്ടുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിമർശനങ്ങളെ കണക്കിലെടുക്കാൻ കഴിയാതെ പോയത് എന്തുകൊണ്ടാണ്? കൃത്യത വരുത്താൻ കഴിയാതിരുന്നത് എന്തുകൊണ്ടാണ്? ഞങ്ങൾക്കൊന്നും മറച്ചു വെക്കാൻ കഴിയില്ല എന്ന് പൊതുസമൂഹത്തിന് മുന്നിൽ ആ കണക്കുകൾ വ്യക്തമാക്കിയാൽ ഏതു പാർട്ടി കാർക്കശ്യമാണ് അഴിഞ്ഞു പോകുന്നത്, ഇല്ലാതെ പോകുന്നത്? പാർട്ടിക്ക് അങ്ങനെയൊന്നും ബോധിപ്പിക്കാനില്ല എന്നെങ്ങനെയാണ് തോന്നുന്നത്? പൊതുജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നതല്ലേ പാർട്ടി? അല്ലേ? അതോ കമ്മ്യൂണിസ്റ്റുകാർക്കിടയിൽ മാത്രം പ്രവർത്തിക്കുന്നതാണോ? ജനാധിപത്യ സംവിധാനത്തിന്റെ ഭാഗമല്ലേ? പാർലമെന്ററി രാഷ്ട്രീയത്തിലുള്ള പാർട്ടിയല്ലേ? അവർക്ക് പാർട്ടിക്കാരോടും പാർട്ടി അണികളോടും പാർട്ടി മെമ്പർഷിപ്പ് ഉള്ളവരോടും മാത്രം ബോധ്യപ്പെടുത്താൽ മതിയോ? അങ്ങനെ മതിയോ? അങ്ങനെയാണോ ഇടപെടുക? അതാണോ പാർലമെന്ററി രാഷ്ട്രീയ ബോധ്യം? അപ്പോൾ ഒന്നുകിൽ ഇത് ഒരു ഇരുമ്പ് മറയ്ക്കുള്ളിലാണ് എന്നുള്ളത് സ്ഥിരീകരിക്കുക. പാർലമെന്ററി രാഷ്ട്രീയത്തിനോടക്കം വിമർശനം ഉണ്ടായിരുന്ന കാലങ്ങളുണ്ടായിരുന്നു. അത് പിന്നിട്ടിരിക്കുന്നു പാർട്ടി. അപ്പോൾ ജനങ്ങളെ ബോധിപ്പിക്കണം, വിമർശനങ്ങൾ ബോധിപ്പിക്കണം. അത് മാത്രമല്ല, ഇപ്പൊ ഈ വി കുഞ്ഞികൃഷ്ണനും പാർട്ടിയും തമ്മിലുള്ള പ്രശ്നം എവിടുന്നാ തുടങ്ങുന്നത്? വേറെ എന്തെങ്കിലും സംഭവവുമായി ബന്ധപ്പെട്ടാണോ? രക്തസാക്ഷി ഫണ്ട് ഓഡിറ്റ് ചെയ്യാൻ വേണ്ടി പാർട്ടി ഏൽപ്പിച്ച ആളാണ്. അദ്ദേഹത്തിന് സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കേണ്ടേ? അങ്ങനെയാണെങ്കിൽ ഓഡിറ്റ് ചെയ്യാൻ ഏൽപ്പിക്കേണ്ടായിരുന്നല്ലോ. ഇവരെല്ലാവരും കൂടി ചേർന്നൊരു കണക്ക് വെച്ചിട്ട് ഇത് ഓഡിറ്റ് പബ്ലിഷ് ചെയ്യണം എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. ഇത് അദ്ദേഹത്തെ ഓഡിറ്റ് ചെയ്യാൻ ഏൽപ്പിച്ച് അദ്ദേഹം ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയാതെ അദ്ദേഹത്തെ കള്ളനാക്കി. എന്തൊക്കെയാണ് കഴിഞ്ഞത്? കള്ളന്മാരോട് പറയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞില്ലേ? എന്നിട്ട് ഏറ്റവും അവസാനം ഇനിയും പോയി പ്രകോപനം നടത്തുക. ഇനിയും ഇപ്പൊ നോക്കൂ, ഈ ഷെഡ് പൊളിച്ചതുമായി ബന്ധപ്പെട്ട FIR ഉണ്ട്. FIR-ൽ CPM പ്രവർത്തകരുടെ ഒന്നും പേരില്ല. പക്ഷെ CPM പ്രവർത്തകർ എന്നാണ് ആ പരാതി വന്നിരിക്കുന്നത്. ആ പരാതിയിൽ FIR-ൽ CPM പ്രവർത്തകർ നേടുന്നത് ആ പരാതിയിൽ അങ്ങനെ പരാമർശിച്ചിരിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ അടിവറ്റ് വരെ മാന്താൻ ശേഷിയുള്ളതാണ് ഈ പ്രസ്ഥാനം എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയാണോ? പാർട്ടിക്ക് അങ്ങനെ ആരുടെയെങ്കിലും സ്വകാര്യമായ സ്വത്തിൻ്റെ അടിത്തറ മാന്താനുള്ള അവകാശമുണ്ടോ? അധികാരമുണ്ടോ? ഇല്ല എന്നതാണ് ബോധ്യം. ആ ബോധ്യം ഇനി ഏതു കാലത്ത് വരുമെന്നാണ്? പാർട്ടിക്ക് അങ്ങനെ ഒരക്രമ സംഭവങ്ങളും ഒരാവേശം വരുമ്പോൾ കൈയും കൊത്തും കാലും കൊത്തും എന്ന് മുദ്രാവാക്യം വിളിക്കുന്ന രീതി പോലും അവസാനിപ്പിക്കണമെന്ന് പാർട്ടിക്കുള്ളിൽ തന്നെയുണ്ട്. അത് നാളെ കൈയും കാലും കൊത്തിക്കളയുമെന്ന് വിചാരിച്ചിട്ടല്ല. മുദ്രാവാക്യത്തിന്റെ രീതി അതാ. അത് നിലമ്പൂരിൽ PV അൻവറിനെതിരെ വരെ ഉണ്ടായി. അപ്പോൾ അത് PV അൻവറിന്റെ കൈയും കാലും കൊത്താൻ വേണ്ടിയിട്ടാണോ? അല്ല, കാലഘട്ടത്തിനനുസരിച്ച് പരിഷ്കരിക്കപ്പെടുക എന്ന് പറയുന്ന ഒന്നുണ്ട്. അപ്പോൾ അടിത്തറ മാന്തു എന്ന് പറഞ്ഞാൽ അത് മാന്താൻ വേണ്ടിയിട്ടല്ല എന്ന് ജനത്തെ ബോധ്യപ്പെടുത്താൻ വലിയ താമസമായിരിക്കും. കാരണം വി കുഞ്ഞികൃഷ്ണൻ അപ്പുറത്ത് നിൽക്കുന്നു, തിരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തോട് തോറ്റിരിക്കുന്നു, ആ രാഷ്ട്രീയത്തോട് തോറ്റിരിക്കുന്നു, അദ്ദേഹത്തിന്റെ അനുഭാവികൾ ആക്രമിക്കപ്പെട്ടിട്ട് അത് വിശദീകരിക്കാൻ ചെന്നിട്ട് ഷെഡല്ല അതിൻ്റെ താഴെയുള്ളത് ഞങ്ങൾ മാന്തും എന്ന് പറയുമ്പോൾ നിങ്ങൾ മാന്താൻ യഥാർത്ഥത്തിൽ ശ്രമിക്കുന്നത് നിങ്ങളുടെ പാർട്ടിയുടെ അടിത്തറയാണ് എന്ന് ആരെങ്കിലും അദ്ദേഹത്തിനൊന്ന് പറഞ്ഞു കൊടുക്കണം. ശരി, ഈ വിഷയത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് നേതൃത്വത്തെ വെല്ലുവിളിക്കുന്നു എന്ന് തന്നെയാണ്. നേതൃത്വത്തെ എന്ന് പറയുമ്പോൾ കേന്ദ്ര നേതൃത്വം നേരത്തെ സുനിൽ പറഞ്ഞതുപോലെ വളരെ വിശദമായി തന്നെ ഈ തെരഞ്ഞെടുപ്പ് പരാജയം വിലയിരുത്തിയിട്ടുണ്ട്. അത് താഴെത്തട്ടിൽ നിന്നുള്ള വിലയിരുത്തൽ സംസ്ഥാന നേതൃത്വത്തിൻ്റെ റിപ്പോർട്ടിൽ ഇല്ല എന്ന് വിമർശനം പറഞ്ഞ ശേഷം റിപ്പോർട്ടിൽ പിന്നീട് കാര്യങ്ങൾ എഴുതി ചേർക്കുന്നു. ആ രൂപത്തിലേക്ക്
കാര്യങ്ങൾ എത്തിക്കാൻ കേന്ദ്ര നേതൃത്വം മുൻകൈയെടുത്തിരുന്നു. അങ്ങനെ ഈ തെരഞ്ഞെടുപ്പ് പരാജയം വളരെ വിശദമായി തന്നെ പരിശോധിക്കുമ്പോൾ താഴെ തട്ട് മുതൽ തന്നെ കേട്ടിട്ടുള്ള വിമർശനമാണത്. പിണറായി വിജയനെതിരായ വിമർശനം, അതോടൊപ്പം തന്നെ എം വി ഗോവിന്ദനെതിരായ വിമർശനം, അതോടൊപ്പം തന്നെ ഈ വിമതർ, ഈ തളിപ്പറമ്പിലും പയ്യന്നൂരിലും വിമതർ ആ 2 മണ്ഡലങ്ങളെ മാത്രമല്ല സ്വാധീനിച്ചിരിക്കുന്നത്, സംസ്ഥാനത്തെ ആകെ സ്വാധീനിച്ചു എന്നുള്ളത്. അങ്ങനെ സ്വാധീനിക്കുന്ന രൂപത്തിലേക്ക് ആ കാര്യങ്ങൾ എത്തിയതിൻ്റെ പിന്നിൽ കൃത്യമായി കാര്യങ്ങൾ ബോധ്യമാകുന്ന ജനത അവിടെ വോട്ട് ചെയ്തു എന്നുള്ളതാണ്. അത് വളരെ പ്രഹസനമായി തോന്നുകയാണ്. നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിൻ്റെ തൊട്ടു പിന്നാലെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ M സ്വരാജ് നടത്തിയ പ്രതികരണം നമ്മുടെ മുന്നിലുണ്ട്. എന്തായിരുന്നു? ഈ ജനതയ്ക്ക് ഞങ്ങളെ അർഹിക്കുന്നില്ല ഈ ജനത എന്നാണ് പറഞ്ഞത്. അപ്പോൾ തെരഞ്ഞെടുപ്പ് പരാജയം ഞങ്ങളുടെ പിഴവ് കൊണ്ടാണ് എന്ന് സമ്മതിക്കാൻ ഏത് നേതാക്കൾ തയ്യാറായിരിക്കുന്നു ആ തരത്തിൽ സംസാരിക്കാൻ എന്നുള്ളതും പ്രധാനപ്പെട്ട വിഷയമാണ്. എപ്പോഴൊക്കെയാണ് അങ്ങനെ ഒരു തെറ്റിതിരുത്തൽ ഉണ്ടായിട്ടുള്ളത്? ഇവിടെ തെറ്റിതിരുത്താൻ വിപുലമായ സംവിധാനങ്ങൾ CPM-ലുണ്ട്. ഏറ്റവും വിശാലമായി പ്ലീനം വിളിച്ചു ചേർത്തുകൊണ്ടുള്ള നടപടികളുണ്ട്. അത്തരം കാര്യങ്ങളിലേക്കൊക്കെ പോകുമെന്ന് പറയുമെങ്കിലും നടപ്പാക്കൽ പ്രക്രിയയിലേക്ക് എത്രത്തോളം വന്നിട്ടുണ്ടെന്ന ചോദ്യം വരുമ്പോൾ അത് നമ്മുടെ മുന്നിൽ അങ്ങനെ ഒരു കാര്യങ്ങളേ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ സ്വരാജ് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. സ്വരാജ് പറഞ്ഞത് മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ കണക്ക് ചോദിച്ച കുഞ്ഞികൃഷ്ണനെ കള്ളനെന്ന് വിളിച്ചു. കള്ളന് കണക്ക് കൊടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം അതിൽ കൂടിയാണ് ജനം വിധിയെഴുത്ത് നടത്തിയത്. അതിനുശേഷം ഇത്രയും ദിവസങ്ങൾക്ക് ശേഷം ഇങ്ങനെ ഒരു പ്രകോപന പ്രസംഗം എന്തിനാണ് നടത്തുന്നത് എന്നുള്ളതാണ്. അവിടെ ഈ പയ്യന്നൂരിൽ ഈ വിവാദം പൊട്ടിപ്പുറപ്പെട്ട ശേഷം 22 കേസുകൾ എടുത്തിട്ടുണ്ട്. ആ 22 കേസുകളിൽ 21 CPM പ്രവർത്തകർ പ്രതികളായ കേസുകളാണ്. അതായത് കുഞ്ഞികൃഷ്ണനെതിരെ അല്ലെങ്കിൽ കുഞ്ഞികൃഷ്ണനെ പിന്തുണയ്ക്കുന്നവരെതിരെ നടന്നിട്ടുള്ള ആക്രമണങ്ങളാണ്. അതിൽ നമ്മൾ കണ്ടതാണ് നേരത്തെ ഒരു പ്രവർത്തകന്റെ ബൈക്ക് കത്തിച്ച സംഭവം. പിന്നെ മറ്റൊരു അനുയായി പുരുഷോത്തമന്റെ ഈ ചെമ്മീൻ ഷെഡ് കത്തിച്ചു. ചെമ്മീൻ ഷെഡ് കത്തിച്ചിട്ട് കാര്യത്തിലാണ് പറയുന്നത്. അതിൻ്റെ അടിത്തറയും മാന്താൻ കഴിയുമെന്ന് ഇന്നിപ്പോൾ രാകേഷ് പറയുന്നത്. അപ്പോൾ എവിടെയാണ് പിഴവ് സമ്മതിച്ചിരിക്കുന്നത്? ഇപ്പോൾ മധുസൂദനൻ കോടതിയിലേക്ക് പോകുമ്പോൾ നമുക്ക് നിയമപരമായി അദ്ദേഹത്തിന് ചോദ്യം ചെയ്യാം. അദ്ദേഹത്തിൻ്റെ അവകാശത്തെക്കുറിച്ചൊന്നും നമുക്കൊന്നും ഒരു തർക്കമുള്ള കാര്യമല്ല. രാഷ്ട്രീയമായി പക്ഷേ പാർട്ടിക്ക് അറിയാമോ, പാർട്ടി അറിഞ്ഞുകൊണ്ടാണോ ഈ നിയമ പോരാട്ടത്തിലേക്ക് മധുസൂദനൻ പോയതെന്ന് ചോദ്യമുണ്ട്. പാർട്ടി അറിഞ്ഞുകൊണ്ടാണെങ്കിൽ പാർട്ടി ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് മധുസൂദനൻ ഒരു കാരണമായിരിക്കുന്നു എന്ന് വിലയിരുത്തിയതാണ്. മധുസൂദനെ സ്ഥാനാർത്ഥിയാക്കിയത് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായെന്ന് വിലയിരുത്തിയതാണ്. അങ്ങനെ വരുമ്പോൾ മധുസൂദനൻ ഇങ്ങനെ പാർട്ടിയുടെ ഭാഗമായി നിന്നുകൊണ്ട് എങ്ങനെ കോടതിയിലേക്ക് പോകും? അപ്പോൾ പാർട്ടിയെ വെല്ലുവിളിച്ചാണോ മധുസൂദനൻ കോടതിയിലേക്ക് പോയത് എന്നൊരു ചോദ്യം അവിടെ ഉണ്ട്. ആ ചോദ്യത്തിൽ ഇപ്പോൾ മധുസൂദനൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇവിടെ ഈ സാമ്പത്തിക ക്രമക്കേടല്ല, സാമ്പത്തിക ക്രമക്കേട് വിളിച്ചു പറഞ്ഞ കുഞ്ഞികൃഷ്ണനാണ് തനിക്ക് മാനഹാനി ഉണ്ടാക്കിയതെന്നും ആ പുസ്തകം അദ്ദേഹം നേതൃത്വത്തെ അണികൾ തിരുത്തുമെന്ന് പറഞ്ഞ ആ പുസ്തകം അത് മാനഹാനം ഉണ്ടാക്കി. ആ പുസ്തകം പിൻവലിക്കണമെന്നാണ് പറയുന്നത്. പുസ്തകം വായിച്ചിട്ട് മാത്രമല്ലല്ലോ അവിടെയിട്ട് വോട്ടർമാർ വോട്ട് ചെയ്ത്. അവിടെ നിശബ്ദരായി നിന്ന് പാർട്ടിക്കൊപ്പം തന്നെയാണ് എന്ന് പുറത്തേക്ക് പാർട്ടിക്കൊപ്പമല്ല എന്ന് പറയാൻ ധൈര്യപ്പെടാത്തവർ പക്ഷേ വോട്ട് കുത്തിയപ്പോൾ കൃത്യമായി സഖാവ് കുഞ്ഞികൃഷ്ണന് വോട്ട് ചെയ്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ പാർട്ടിക്ക് വിരുദ്ധമായി അണികൾക്ക് ബോധ്യമാകാത്ത രൂപത്തിൽ അവിടെ പാർട്ടി പ്രവർത്തിച്ചു എന്നുള്ളതാണ്. അത് കേവലം KK രാഗേഷും മധുസൂദനും മാത്രമാണ് എന്ന രൂപത്തിൽ ഞാൻ അതിനെ കാണുന്നില്ല കേട്ടോ. കാരണം ഈ തളിപ്പറമ്പിലെ പരാജയത്തിൽ അന്വേഷണ കമ്മീഷൻ ഇതുവരെ ഉണ്ടായിട്ടില്ല. പയ്യന്നൂരിൽ മാത്രമായിട്ടുള്ള ഒരു അന്വേഷണമാണ് നടത്തുന്നത്. തളിപ്പറമ്പിൽ എന്തുകൊണ്ടാണ് അന്വേഷണം വേണ്ടാതിരുന്നത്? രണ്ടിടത്തും വിമതരാണല്ലോ ഉള്ളത്. തളിപ്പറമ്പിലില്ല, പയ്യന്നൂരിൽ മാത്രം അന്വേഷണം നടത്തുന്നു. ഇനി പയ്യന്നൂരിൽ ഒരു തട്ടിപ്പ് മാത്രമാണോ? പയ്യന്നൂരിൽ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് നടന്നിട്ടുണ്ടായിട്ടുണ്ട്, ഓഫീസ് നിർമ്മാണത്തിൽ ഫണ്ട് തട്ടിപ്പിട്ടുണ്ടായിരുന്നു, തിരഞ്ഞെടുപ്പ് ഫണ്ട് തട്ടിപ്പ് നടന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരം ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അപ്പുറത്തെ പ്രതിസ്ഥാനത്ത് ഒരു പേര് എപ്പോഴും ഉയർന്നു കേൾക്കുന്നുണ്ട്. ആ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന നേതാവിനെതിരെ എന്ത് നടപടി ഉണ്ടായി എന്ന ചോദ്യമുണ്ട്. പകരം സംരക്ഷിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് ഫണ്ട് തട്ടിപ്പും എന്ന ആരോപണം ഉയർന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലൊന്നും ഒരു നടപടി ഉണ്ടായിട്ടില്ല. അതെ, പുരുഷോത്തമന്റെ വീട് ആക്രമിച്ച കേസിൽ ബ്രാഞ്ച് സെക്രട്ടറിയും DYFI നേതാക്കളുമാണ് പ്രതികളായിരുന്നത്. അന്ന് പാർട്ടി അവരെ തള്ളി പറഞ്ഞിരുന്നു. ഈ ആക്രമണത്തിലൊന്നും ഞങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല എന്ന് പറഞ്ഞ് തള്ളി പറഞ്ഞു. എന്നിട്ട് എന്താണ് ചെയ്തത്? ജയിൽ മോചിതരായപ്പോൾ അവരെ പോയി ഏരിയ കമ്മിറ്റി അംഗം പോയി മാലയിട്ട് സ്വീകരിച്ചത്. നമ്മളിപ്പോൾ ഈ നോർത്ത് ഇന്ത്യയിൽ പറയുന്നുണ്ടല്ലോ, BJP ചില അക്രമികളെ മാലയിട്ട് സ്വീകരിക്കുന്നു എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഇവർ മാലയിട്ട് സ്വീകരിക്കുന്നു, ജയിലിലേക്ക് പോകുമ്പോൾ സ്റ്റേഷനിൽ ചെന്ന് അഭിവാദ്യം അർപ്പിക്കുന്നു. ഇതാണ് ഈ വിഷയത്തിൽ കണ്ടിട്ടുള്ളത്. പലപ്പോഴായി പയ്യന്നൂരുമായി ബന്ധപ്പെട്ടും കണ്ണൂരുമായി ബന്ധപ്പെട്ടും ഇത്തരം സാമ്പത്തിക ക്രമക്കേടുകൾ പല നേതാക്കളും ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓർമ്മയില്ലേ, മനു തോമസ് ഉന്നയിച്ച വിഷയത്തിലൊക്കെ അതിൻ്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് കുറച്ചെങ്കിലും പാർട്ടി നിശബ്ദരായി നിന്നിരുന്നു. പ്രതികരിച്ചാൽ അബദ്ധമാവും എന്നുള്ളതുകൊണ്ട്, അല്ലെങ്കിൽ പ്രതികരിച്ചാൽ കൂടുതൽ മനു തോമസ് തുറന്നു പറഞ്ഞേക്കുമെന്ന് ഭയന്നുകൊണ്ട് പല കാര്യങ്ങളും മിണ്ടാതിരുന്നു. പക്ഷേ അതിലൊക്കെ എന്ത് നടപടി ഉണ്ടായിട്ടുന്ന ചോദ്യം വരുമ്പോൾ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ളത്. മുനയംകുന്ന് രക്തസാക്ഷി നഗറിൽ ഭൂമി ആദ്യം വിൽപ്പന നടത്തിയത് പരാതി ഉയർന്നതിനെ തുടർന്ന് പാർട്ടി സംസ്ഥാന കമ്മിറ്റി ഇടപെട്ട്
അത് ക്യാൻസൽ ചെയ്യിച്ചിരുന്നു. പക്ഷേ അതിന്മേൽ എന്ത് അന്വേഷണം നടത്തി, എന്ത് നടപടി ഉണ്ടായെന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല. ധനരാജ് രക്തസാക്ഷി ഫണ്ടിൽ നിന്നും തുക വകമാറ്റി എന്ന് പറയുന്ന 45 ലക്ഷം രൂപയുണ്ട്. ആ രൂപ തിരിച്ച് നിക്ഷേപിച്ചു എന്ന ചോദ്യത്തിന് ഉത്തരവില്ല. അതാണ് നിങ്ങൾ അറിയേണ്ട കാര്യമില്ല. അപ്പൊ വക്കീൽ നോട്ടീസ്, ശരി, വക്കീൽ നോട്ടീസ് പറഞ്ഞു. ഇതുവരെ നേരത്തെ പറഞ്ഞിരുന്നില്ല. അപ്പോൾ വക്കീൽ നോട്ടീസിൽ അത് പറയേണ്ട കാര്യമില്ലായിരുന്നല്ലോ വെപ്പ്. അല്ല, ഇതുവരെ പറയേണ്ട കാര്യം, അതായത് നേതൃത്വത്തോട് പറയാം, ജനങ്ങളോട് പറയേണ്ടതില്ല. ജനങ്ങളെ പല രൂപത്തിലാണല്ലോ ഇപ്പോൾ കെ രാഗേഷ് കണ്ടത്, ബഹുജനവും പൊതുജനവും. അപ്പോൾ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമുക്കറിയില്ല. ആ രൂപത്തിലാണ് പറഞ്ഞത്. ഏതായാലും പാർട്ടി അണികൾ തന്നെ ഈ രണ്ട് നേതാക്കൾക്കും, മധുസൂദനും ഉണ്ട് കേട്ടോ, മധുസൂദനും കെ രാഗേഷിനും ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പോലും ഇടാൻ പറ്റാത്ത രീതിയിൽ അവിടുത്തെ അണികൾ അവരെ ചോദ്യം ചെയ്യുന്നുണ്ട്. അതിന് താഴെ മുഴുവൻ ശക്തമായ പ്രതികരണങ്ങളായിരുന്നു. മധുസൂദൻ കമന്റ് ബോക്സ് തന്നെ പൂട്ടി മുന്നോട്ട് പോവുകയായിരുന്നു ആ രക്തസാക്ഷി ദിനത്തിൽ. അപ്പോൾ ഇത് ഒരു കേസ് മാത്രമാണോ? അല്ല. ഇപ്പോൾ ധനരാജ് പയ്യന്നൂരിലെ വിഷയം ധനരാജ് രക്തസാക്ഷി ഫണ്ടാണെങ്കിൽ ഇപ്പോൾ അതാ കോടിയേരി ഫണ്ടുമായി ബന്ധപ്പെട്ട്, കോടിയേരി സ്മാരകവുമായി ബന്ധപ്പെട്ട് കണ്ണൂരിൽ നിന്ന് സമാനമായ ആരോപണം കേൾക്കുകയാണ്. അവിടെ കോടിയേരിയുടെ പേരിൽ ഫണ്ട് തട്ടിപ്പ് വിവാദം എന്ന് പറയുന്നത് 70 ലക്ഷത്തിന് സ്ഥലം വാങ്ങി 20 ലക്ഷം വീണ്ടും പിരിച്ചു എന്ന് പറയുമ്പോൾ, ഈ സ്ഥലം വാങ്ങിയിട്ട് ഈ പൈസ ലോക്കൽ സെക്രട്ടറിയുടെ പേരിലാണ് ഈ സ്ഥലം രജിസ്റ്റർ ചെയ്യുന്നത്. സ്ഥലം ഈടുവെച്ച് വീണ്ടും ഇദ്ദേഹം പണം വായ്പ എടുക്കുന്നു. ഈ ആളുകളിൽ നിന്നും പണം പിരിക്കാനായി വ്യാപാര പ്രദർശനം നടത്തുന്നു. രസീതില്ലാതെ ആളുകളിൽ നിന്നും പണം പിരിക്കുന്നു. ഇവിടെ സമാനമായ, പയ്യന്നൂരിന് സമാനമായ കാര്യങ്ങൾ അവിടെയും നടന്നിട്ടുണ്ട്. അത് 70 ലക്ഷം പ്ലസ് 20 ലക്ഷം എന്ന് പറയുമ്പോൾ അത് ലക്ഷമൊക്കെ കടന്ന് കോടിയിലേക്ക് എത്തി എന്നുള്ളതാണ് ഇപ്പോൾ കേൾക്കുന്നത്. അപ്പോൾ അതിൽ ലോക്കൽ സെക്രട്ടറിയായ രമേശിനെ അപ്പോൾ ഉള്ള സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ടുണ്ട്. അതല്ലാതെ വേറൊരു നടപടി ഉണ്ടായിട്ടില്ല. അപ്പോൾ ഒരൊറ്റ പാർട്ടി നേതാവാണ് ഈ തരത്തിൽ കോടികൾ അവിടെ നിന്ന് തട്ടിപ്പ് നടത്തിയതെന്നാണോ കരുതേണ്ടത്? യഥാർത്ഥത്തിൽ ഇന്ന് ഇപ്പോൾ കെ രാഗേഷ് ജില്ലാ സെക്രട്ടറി ഇങ്ങനെ ഒരു പ്രതികരണം നടത്തുമ്പോൾ ഈ ജില്ലാ കമ്മിറ്റി തന്നെ വിലയിരുത്തിയത് എന്താണ്? സ്ഥാനാർത്ഥി നിർണയം പാളിയെന്നാണ്. ജില്ലാ കമ്മിറ്റി വിലയിരുത്തി സംസ്ഥാന നേതൃത്വത്തിന് അയച്ചു. സംസ്ഥാന നേതൃത്വം അത് ശരിവെച്ചു. കേന്ദ്ര കമ്മിറ്റിയും അത് അംഗീകരിച്ചു. റിപ്പോർട്ടായി പുറത്തു വന്നു. അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് പുറത്ത് പ്രസംഗിക്കണമെങ്കിൽ അതിനുള്ള ധൈര്യം കെ രാഗേഷിന് എവിടെ നിന്നാണ് കിട്ടുന്നത്? അത് നേതൃത്വം അറിയാതെയാണോ? അതായത് ഈ സംസ്ഥാനത്തെ നേതൃത്വം അറിയാതെയാണോ? അങ്ങനെയാണെങ്കിൽ നേരമായല്ലോ ആ പ്രസംഗം കഴിഞ്ഞിട്ട്. എന്തുകൊണ്ടാണ് ഇതുവരെ MV ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി പ്രതികരിക്കാത്തത്? പാർട്ടി ലൈനിന് വിരുദ്ധമായ ഒരു പ്രതികരണം നടത്തിയില്ല. എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തത്? ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തെ പറ്റി നേരത്തെ ഷംസീറിന്റെ പ്രസംഗം പറഞ്ഞു. ഷംസീർ മാത്രമല്ല, വേറെയും പുത്തലത്ത് ദിനേശിനടക്കമുള്ളവർ പറഞ്ഞിട്ടുണ്ട്. അതായത് നേരത്തെ മാധ്യമങ്ങളടക്കം അതിരൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ച വെള്ളാപ്പള്ളി വിഷയം, ആഗോള അയ്യപ്പ സംഘം അടക്കമുള്ള വിഷയം, ഇതൊക്കെ തന്നെയും തെരഞ്ഞെടുപ്പ് പരാജയത്തിന് കാരണങ്ങളായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേ വിലയിരുത്തലിൽ തന്നെ ഷംസീറും കഴിഞ്ഞ ദിവസം പൊതുപ്രസംഗത്തിൽ നടത്തിയതാണ്. അങ്ങനെ ഒരു പൊതുപ്രസംഗം നടത്തിയ ശേഷം ഇപ്പോൾ ഇതാ ഒരു പ്രതിഷേധ പരിപാടി, DYSP ഓഫീസിലേക്ക് പ്രതിഷേധം. എന്താണ്? പൂച്ചട്ടി തകർത്തു എന്ന് പറഞ്ഞിട്ടാണ്. പാർട്ടി പ്രവർത്തകന്റെ പൂച്ചട്ടി തകർത്തു. ഇപ്പോൾ പാർട്ടി നേതാവായൊരു VK കൃഷ്ണന്റെ വീട് ആക്രമിച്ചു. അത് ഈ പറഞ്ഞ കുഞ്ഞികൃഷ്ണന്റെ അനുയായികളാണ് എന്ന ആരോപണമാണ് ഉന്നയിച്ചത്. എന്നിട്ട് പോലീസ് അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ അത് അദ്ദേഹത്തിന്റെ മരുമകൻ തന്നെയാണ് ആക്രമിച്ചതെന്ന് കണ്ടെത്തി. അപ്പോൾ ഇതിൽ ഏകപക്ഷീയമായി കൃത്യമായും CPM പ്രവർത്തകർ നടത്തിയ അക്രമ സംഭവങ്ങൾ 21 കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എല്ലാം തന്നെ കുഞ്ഞികൃഷ്ണന് പിന്തുണ നൽകിയ പാവപ്പെട്ട ചില സഖാക്കളുടെ വീടുകളും അവരുടെ വാഹനവും അവരുടെ ഉപജീവന മാർഗവും ഒക്കെ തകർക്കുന്ന രീതിയിലാണ്. അപ്പോൾ ഇപ്പോൾ അടിത്തറ മാന്തും എന്ന് പറയുന്നത് പാർട്ടിയുടെ അടിത്തറ മാന്താൻ ഉള്ള വെല്ലുവിളിയാണോ ഇപ്പോൾ കെ രാഗേഷ് നടത്തിയിരിക്കുന്നത്? ആ വെല്ലുവിളി എന്ന് പറയുന്നത് ഈ നേതൃത്വത്തെ തന്നെ വെല്ലുവിളിക്കലാണല്ലോ. അപ്പോൾ അതിൽ പാർട്ടിക്ക് എന്താണ് പ്രതികരണമില്ലേ എന്നാണ് ചോദിക്കാനുള്ളത്. MV ഗോവിന്ദൻ കുറച്ചുകൂടി പാർട്ടി തിരുത്തുമെന്ന് ആവർത്തിച്ച് പറയുമ്പോൾ എന്ത് തിരുത്തൽ നടത്തി, എന്ത് തിരുത്തലിൽ തുടങ്ങി എന്നെങ്കിലും കുറഞ്ഞ പക്ഷം വിശദമാക്കേണ്ടതുണ്ട്. എന്ത് തിരുത്തൽ, ഏത് നടപടിയിൽ ഞങ്ങളിതാ തുടങ്ങിയിരിക്കുന്നു എന്ന് വിശദമാക്കേണ്ടതുണ്ട്. അങ്ങനെ വിശദമാക്കാൻ ഇതുവരെ ഒരു നേതാക്കൾക്കും കഴിഞ്ഞിട്ടില്ല. പിഴവുകൾ സംഭവിച്ചു എന്ന് പറയുമ്പോഴും ഈ പറഞ്ഞ എല്ലാ സംസ്ഥാനമാകെ തന്നെ സ്വാധീനിക്കുന്ന രൂപത്തിലേക്ക് 2 വിമതർ എന്ന് വന്നു എന്ന് പറയുമ്പോഴും ആ വിമതർ ഉന്നയിച്ച വിഷയം അവിടെ നിൽക്കുകയാണ്. ആ വിഷയത്തെ നിങ്ങൾ അഡ്രസ്സ് ചെയ്തോ എന്ന ചോദ്യം അവിടെ നിൽക്കുന്നു. അത് അഡ്രസ്സ് ചെയ്യാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഈ പാർട്ടിയിൽ നിന്ന് പോകുന്നവരൊക്കെ ഞങ്ങളൊരു ഹിന്ദു ഭൂരിപക്ഷ പാർട്ടിയാണെന്നും ഈ പാർട്ടിയിൽ നിന്ന് പോകുന്നവരൊക്കെ നേരെ BJPയിലേക്ക് പോകും എന്നുകൂടി പറഞ്ഞിട്ടുണ്ട് കെ രാഗേഷ് എന്നുള്ള കൂടി പാർട്ടി പരിശോധിക്കേണ്ടതാണ്. ഇനിയും ജില്ലാ സെക്രട്ടറി പദത്തിൽ നിർത്താവുന്ന തുടരേണ്ട ഒരു നേതാവാണോ കെ രാഗേഷ് എന്ന കാര്യവും പാർട്ടി പരിശോധിക്കേണ്ടതുണ്ട്. ഇത്തരത്തിൽ ജനങ്ങൾ തള്ളിക്കളഞ്ഞ നേതാക്കളെ ഒഴിവാക്കിയില്ലെങ്കിൽ പാർട്ടിക്ക് തിരുത്തൽ സാധ്യമാകില്ല. ഈ വെല്ലുവിളി പ്രസംഗം സാധാരണ ജനങ്ങളോടാണ്, പാർട്ടി പ്രവർത്തകരോടാണ്, അണികളോടാണ്, പയ്യന്നൂരിലെ ജനങ്ങളോടാണ്, ജനവിധിയോടാണ്. അപ്പോൾ നിങ്ങൾ എന്ത് തിരുത്തൽ നടത്തിയെന്ന് നിങ്ങൾ തന്നെയാണ് വിശദീകരിക്കേണ്ടത്. അപ്പോൾ ഇത് നേതൃത്വത്തെ വെല്ലുവിളിക്കുന്നു, തിരഞ്ഞെടുപ്പിനെ വെല്ലുവിളിക്കുന്നു, ജനങ്ങളെ വെല്ലുവിളിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ഉത്തരം. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. പയ്യെത്താം. നേതൃത്വത്തെ വെല്ലുവിളിച്ചോ ശ്രീ ആന്റോ? പയ്യന്നൂരിൽ പാർട്ടി പ്രതിരോധത്തിലാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. പക്ഷേ 2 കാര്യങ്ങളാണ് അവിടെ. സ്ഥാനാർത്ഥി നിർണയവും ഈ ധനരാജ് ഫണ്ട് തട്ടിപ്പും രണ്ടായി കാണണം എന്നുള്ളതാണ്.
പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ധനരാജ് ഫണ്ട് തട്ടിപ്പ് നടന്നു എന്നുള്ള രീതിയിൽ കാര്യങ്ങളെ ചിത്രീകരിക്കുന്നതിനകത്ത് വലിയ ബുദ്ധിമുട്ടുണ്ട്. അതങ്ങനെ നടന്നിട്ടില്ല എന്നുള്ള കാര്യം ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്തം പാർട്ടിക്കുണ്ട്. ആ പാർട്ടിക്ക് ആ നിലപാടുമായി മുന്നോട്ട് പോകേണ്ടതുണ്ട്. രണ്ടാമത്തെ കാര്യമാണ് ഈ ടി ഐ മധുസൂദനെ അവിടെ സ്ഥാനാർത്ഥിയാക്കണോ ആക്കണ്ടയോ എന്നുള്ള കാര്യത്തെക്കുറിച്ചും ആക്കിയിൽ എന്തെങ്കിലും തിരിച്ചടി കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതും രണ്ടായിട്ട് തന്നെ കാണണം എന്നുള്ളതാണ്. ഇത് രണ്ടും കൂടെ കൂട്ടിക്കുഴച്ചാൽ പയ്യന്നൂരിലെ പാർട്ടി എന്തോ വലിയ തട്ടിപ്പ് നടത്തി എന്നുള്ള രീതിയിൽ ചിത്രീകരിക്കുന്നതിനെ അംഗീകരിക്കേണ്ട ബാധ്യത CPM-നെ സംബന്ധിച്ചിടത്തോളം പാർട്ടിക്കില്ല എന്നുള്ളതാണ്. എന്താണ് ശരിക്കും പയ്യന്നൂരിൽ സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. എന്താണ് ടി.ഐ. മധുസൂദനും ഈ പറയുന്ന വി. കുഞ്ഞികൃഷ്ണനും തമ്മിൽ അവർക്കൊരു പ്രശ്നമുണ്ട്. രണ്ട് ആൾക്കാർ തമ്മിലുള്ള പ്രശ്നമാണ്. ആ രണ്ടാൾക്കാർ തമ്മിലുള്ള പ്രശ്നമാണ് ഇത്ര വലിയ ഫണ്ട് തട്ടിപ്പിലേക്കുണ്ട് എന്ന് ഒരു വിഭാഗം പറയുന്നു. കേരളത്തിൽ ധനരാജ് ഫണ്ട് തട്ടിപ്പ് നടത്തിയിരിക്കുന്നു, അതിന് നേതൃത്വം നൽകിയത് ടി.ഐ. മധുസൂദനാണ് എന്നുള്ളത് വി. കുഞ്ഞികൃഷ്ണൻ പറയുകയാണ്. അപ്പോൾ അതങ്ങനെയല്ല എന്നുള്ളതൊക്കെ ആരാണ് പറയുന്നത്? അതങ്ങനെയല്ല എന്ന് പറയുന്നത് എങ്ങനെയാണ്? വി. കുഞ്ഞികൃഷ്ണൻ പാർട്ടിയിൽ പുറത്തുനിന്ന് പോയി ഒരു ബുക്ക് എഴുതി പ്രസിദ്ധീകരിക്കുകയും അത് പാർട്ടിക്കെതിരെ വലിയ രീതിയിൽ ആഘോഷമാക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുകയും പയ്യന്നൂർ വലിയ യോഗം നടത്തുകയും ആ യോഗത്തിൽ RSSൻ്റെ അടക്കമുള്ള നേതാക്കന്മാരാരൊക്കെയോ വന്ന് പ്രസംഗിക്കുന്നു എന്നുള്ളടക്കം പാർട്ടി പറയുകയാണ്. അപ്പോൾ അത് ആ രീതിയിൽ തന്നെ കുഞ്ഞികൃഷ്ണൻ മുന്നോട്ട് പോകുമ്പോൾ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പയ്യന്നൂരിൽ എങ്ങനെ പോകണം? അങ്ങനെ തന്നെ പോകാൻ കഴിയുള്ളൂ. പാർട്ടിയായിട്ട് തന്നെ പോകാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പാർട്ടി ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട വി. കുഞ്ഞികൃഷ്ണൻ്റെ ആരോപണവും ഈ മധുസൂദനെ പാർട്ടി സ്ഥാനാർത്ഥിയാക്കി നമ്മൾ രണ്ടായി കാണണം എന്നുള്ളതാണ്. ടി.ഐ. മധുസൂദനെതിരെ വലിയ രീതിയിൽ ആരോപണമുണ്ട് എന്നുള്ളത് വരുത്തി തീർക്കാൻ വി. കുഞ്ഞികൃഷ്ണനോ അല്ലെങ്കിൽ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിൽ പയ്യന്നൂരിലെ ജനങ്ങളിലേക്ക് ബാധിക്കുന്ന രീതിയിൽ കേരളത്തിൽ ചർച്ചയാക്കാനോ വി. കുഞ്ഞികൃഷ്ണന് കഴിഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ട് അവസാനം വരെ ഈ പറയുന്ന ധനരാജ് ഫണ്ട് തട്ടിപ്പ് നടന്നു എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കുകയും ഈ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ടി.ഐ. മധുസൂദനൻ അതിൻ്റെ ഭാഗവാക്കായി എന്നും ഒരു കള്ളൻ എന്നുള്ള പരിവേഷത്തോടു കൂടി മുന്നോട്ട് പോകണം എന്നുള്ള രീതിയിൽ പറയുന്നതിൽ അർത്ഥമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതുകൊണ്ടായിരിക്കും ടി.ഐ. മധുസൂദനൻ ഈ പറയുന്ന എല്ലാ കണക്കുകൾ വ്യക്തമാക്കിക്കൊണ്ട് വി. കുഞ്ഞികൃഷ്ണന് കത്തയക്കുന്നത്. വി. കുഞ്ഞികൃഷ്ണൻ കത്ത് വായിച്ചു കഴിയുമ്പോൾ വി. കുഞ്ഞികൃഷ്ണൻ മനസ്സിലാവുന്നുണ്ടല്ലോ എന്താണ് അത്, എല്ലാ കണക്കുകളും പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞത് പാർട്ടി വിശദീകരിച്ചില്ലോ എന്നുള്ളതല്ല. ടി.ഐ. മധുസൂദനൻ എന്താണോ അയാൾക്ക് പറയേണ്ടത്, അയാളുടെ വേർഷൻ എന്താണ്, അത് എങ്ങനെ വി. കുഞ്ഞികൃഷ്ണൻ മുതലെടുത്തു, അത് ഇലക്ഷൻ എങ്ങനെ ഉപയോഗിച്ചു എന്നുള്ള കാര്യം വ്യക്തമാക്കിക്കൊണ്ട് അദ്ദേഹത്തിന് സ്വന്തമായി മാനഹാനി വരുത്തി എന്നുള്ള കാര്യം മനസ്സിലാക്കുന്ന രീതിയിൽ അദ്ദേഹം വി. കുഞ്ഞികൃഷ്ണന് കത്തയക്കുന്നു. വി. കുഞ്ഞികൃഷ്ണൻ വക്കീൽ നോട്ടീസ് അയച്ചിട്ട് മറുപടിയും കൊടുത്തല്ലോ. വി. കുഞ്ഞികൃഷ്ണൻ എന്താ പറഞ്ഞത്? എനിക്കതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഞാൻ വി. കുഞ്ഞികൃഷ്ണൻ ടി.ഐ. മധുസൂദനെ അറിയിക്കുന്ന രീതിയിൽ ഞാൻ മറുപടിയും കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നത് അതൊരു ഭാഗമായി മുന്നോട്ട് പോകുന്നു. രണ്ടാമത്തെ ഭാഗം എന്താണ്? ഈ പറയുന്ന കളവ് പ്രചരിപ്പിച്ചുകൊണ്ട് വി. കുഞ്ഞികൃഷ്ണൻ അധികാരത്തിലേത് MLA സ്ഥാനത്തേക്ക് വിജയിച്ചു എന്നുള്ളത് പറഞ്ഞിട്ട് ഒരു തെരഞ്ഞെടുപ്പ് കേസ് ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുന്നു. ആര്? ടി.ഐ. മധുസൂദനൻ. രണ്ടായി പോവുകയാണ്. ലീഗലായിട്ട് പോകുന്നു. കാരണം എന്താണ്? അത് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം ടി.ഐ. മധുസൂദനുണ്ട്. കാരണം എന്താ? അല്ലെങ്കിൽ അദ്ദേഹം ഈ പറയുന്ന ഒരു പാർട്ടി പ്രവർത്തനമായി ഇത്രയും നാളും ജീവിക്കുകയും ഒരു MLA ആയി ജീവിച്ച ഒരാൾ ഇപ്പോൾ അദ്ദേഹം വലിയൊരു ഫണ്ട് തട്ടിപ്പ്, ഈ ധനരാജിൻ്റെ ഫണ്ട് തട്ടിച്ചു എന്ന് തട്ടിച്ചില്ലെങ്കിൽ അത് തട്ടിച്ചു എന്നുള്ള ഉത്തരവാദിത്വം. കാരണം അതിനകത്ത് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സത്യം ചെരിപ്പിടുന്നതിന് മുന്നേ നോണ ലോകം ചുറ്റി വരും എന്ന് പറഞ്ഞിട്ടാണ് അവരത് മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ അത് മുന്നോട്ട് വെക്കുന്നത് അത് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം ടി.ഐ. മധുസൂദനുണ്ട്. അദ്ദേഹം അപ്പോൾ ഇനി എന്താണ് പറയുന്നത്? ആ കണക്ക് വി. കുഞ്ഞികൃഷ്ണൻ മുന്നോട്ട് വെച്ചിട്ട് ഇതിലുള്ള ഇന്ന തെറ്റുകളുണ്ട് എന്ന് പറയണ്ടായിരുന്നോ? അത് പറയുന്നത് കണ്ടില്ലല്ലോ. ഇന്ന് വി. കുഞ്ഞികൃഷ്ണൻ ടി.ഐ. മധുസൂദൻ്റെ കത്തെടുത്ത് മുന്നോട്ട് വെച്ചിട്ട് ആ കത്തിലുള്ള ഓരോ കണക്കിലും ഇന്ന തെറ്റ് ഇതിനകത്തുണ്ട്, ഇന്ന തെറ്റ് ഇതിനകത്തുണ്ടെന്ന് പറഞ്ഞ് ഞാൻ കേട്ടില്ല. ആ കത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് അതിന് മറുപടി ഞാൻ വി. കുഞ്ഞികൃഷ്ണന് കൊടുത്തു എന്നാണ് പറയുന്നത്. ടി.ഐ. മധുസൂദനെ കൊടുത്തു എന്നാണ് വി. കുഞ്ഞികൃഷ്ണൻ പറഞ്ഞത്. അത് പറഞ്ഞിട്ടില്ല. അത് ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം പയ്യന്നൂരിലെ പാർട്ടി പ്രതിരോധത്തിലാണ്. പാർട്ടിയിൽ പ്രശ്നമുണ്ട്. രണ്ട് തട്ടിലാണ്. ഒന്ന് ഈ പറയുന്ന ടി.ഐ. മധുസൂദനെതിരായ ഒരു വിഭാഗവും ടി.ഐ. മധുസൂദന് അനുകൂലമായ ഒരു വിഭാഗവും രണ്ട് തട്ടിലാണുള്ളത്. അവിടെയാണ് കെ രാഗേഷ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഞാൻ പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് പരാജയം കൊണ്ട് പാർട്ടി ഒലിച്ചുപോയി, തീർന്നുപോയി എന്നൊന്നും CPM-മാർ വിശ്വസിക്കുന്നേ ഇല്ല. അവിടുത്തെ ഇടതുപക്ഷക്കാരല്ല അവിടെ ഇടതുപക്ഷക്കാരാണ്, അവിടുത്തെ CPM-മാരല്ല അവിടെ CPM-മാരാണ്. അങ്ങനെ ഒലിച്ചുപോയി എന്ന് ടി.ഐ. മധുസൂദനെ ബോധിപ്പിക്കേണ്ട ഉത്തരവാദിത്വം കെ രാഗേഷിനില്ല. കാരണം എന്താണ്? അത് അവിടുത്തെ CPM-മാരുടെ വില കുറച്ച് കാണുന്നത് തുല്യമാണ്. കാരണം അങ്ങനെ ബോധിപ്പിക്കേണ്ട കാര്യമൊന്നും അവിടുത്തെ CPM-കാർ എന്ന് പറയുന്നത് ഈ ഇലക്ഷൻ എങ്ങനെ വോട്ട് ചെയ്തു എന്നുള്ളത് അവിടുത്തെ രണ്ട് വിഭാഗത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുകയാണ്. കാരണം അത് എല്ലാവരും CPM-ന് എതിരായതുകൊണ്ടോ CPM അനുകൂലമല്ല, CPM-ന് എതിരായതുകൊണ്ടോ CPM അനുകൂലമായതുകൊണ്ടല്ല, ടി.ഐ. മധുസൂദന് എതിരായതുകൊണ്ട് കുറച്ച് ആൾക്കാർ ടി.ഐ. മധുസൂദന് വോട്ട് ചെയ്തിട്ടില്ല. ആ ടി.ഐ. മധുസൂദന് എതിരായ വിഭാഗം, പാർട്ടി വിഭാഗം വി. കുഞ്ഞികൃഷ്ണൻ കൊണ്ട് വോട്ട് ചെയ്തു. അതാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. എന്തിനാണ് ടി.ഐ. മധുസൂദനെ പറഞ്ഞു തീർത്ത് ഞാൻ ഇടപെട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് പറഞ്ഞോടാ, ഡോണ്ട് വറി. അപ്പം
എന്താണ് ഈ ടി.ഐ. മധുസൂദനുമായി ബന്ധപ്പെട്ട കാര്യത്തിൻ്റെ അകത്ത് ടി.ഐ. മധുസൂദൻ്റെ ഭാഗത്ത് ബന്ധപ്പെട്ട കാര്യത്തിനകത്ത് വോട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് പാർട്ടിയുടെ വോട്ട് തന്നെയാണ്. അത് പാർട്ടി വിലയിരുത്തിയിട്ടുണ്ട്. സംസ്ഥാന കമ്മിറ്റി അംഗവും കേന്ദ്ര കമ്മിറ്റിയും അത് കൃത്യമായി വിലയിരുത്തിയിരിക്കുകയും അത് എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ പയ്യന്നൂർ പോലത്തെ ഒരു മണ്ഡലം മാത്രം കേരളത്തിൽ ചർച്ചയായത്? കേരളത്തിൽ അത് പ്ലാൻഡ് ഓപ്പറേഷനാണ്. ആ പ്ലാന്റ് ഓപ്പറേഷൻ്റെ ഭാഗമായിട്ട് അത് കേരളത്തിൽ ചർച്ചയാക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കം നടത്തുക. അത് കേരളത്തിൽ ചർച്ചയാക്കി അത് കേരളത്തിൽ മുഴുവൻ ബാധിച്ചിട്ടുണ്ട്. ഇല്ല എന്നുള്ള പാർട്ടി വിലയിരുത്തിയല്ലോ, അത് കേരളത്തിൽ മുഴുവൻ ബാധിച്ചിട്ടുണ്ട്. കേരളത്തിന് ഒരു വലിയ രീതിയിൽ ദോഷം വന്നിട്ടുണ്ട് ഈ ഇലക്ഷൻ. അല്ല, ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് എനിക്ക് നിങ്ങൾ പറഞ്ഞപ്പോൾ നല്ല അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. അത് ഞാൻ മിണ്ടാതിരുന്നതുകൊണ്ടാണ്. നിങ്ങൾ പറഞ്ഞപ്പോൾ എനിക്ക് മിണ്ടാതിരിക്കാൻ അറിയില്ലാഞ്ഞിട്ടല്ല. മിണ്ടാതിരുന്നില്ല, പറഞ്ഞോട്ടെ. അത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾ ചോദിച്ചാൽ മറുപടി പറയാം എന്താ. അപ്പം ഈ കേരളത്തിൽ അത് വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് കേരളത്തിൽ അത് വലിയ രീതിയിൽ ബാധിക്കുന്നത്? അത് ആ മണ്ഡലം എടുത്ത് കേരളത്തിൽ ചർച്ച ചെയ്തു എന്നുള്ളതുകൊണ്ടാണ്. എങ്ങനെയാണ് കേരളത്തിൽ ആ ഒരു മണ്ഡലം മാത്രം കേരളത്തിൽ ചർച്ച ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കിയത്? അവിടെ അതിനൊരു പ്ലാന്റ് ഓപ്പറേഷൻ നടക്കുന്നു. ആ പ്ലാന്റ് ഓപ്പറേഷൻ്റെ ഭാഗമായിട്ട് അവിടെ വലിയ പരിപാടികൾ നടക്കുന്നു, അവിടെ വലിയ ചർച്ചകൾ നടക്കുന്നു, അവിടെ വലിയ രീതിയിൽ കോലാഹലം നടക്കുന്നു. തിരുവനന്തപുരത്തു നിന്ന് എറണാകുളത്ത് നിന്ന് നടക്കുന്ന നേതാക്കന്മാരും പോയി അവിടെ പരിപാടി നടത്തുന്നു, അവിടെ യോഗം വിളിക്കുന്നു, പ്രധാനപ്പെട്ട ചാനലിൻ്റെ ആൾക്കാരൊക്കെ പോയി ചർച്ച ചെയ്യുന്നു, ആ ചാനലിലേക്ക് ആൾക്കാർ വരുന്നു. ഇതൊക്കെ അവിടെ നടന്നതാണ്. അതെന്താണ്? അതൊരു പ്ലാന്റ് ഓപ്പറേഷനാണ്. ആ പ്ലാന്റ് ഓപ്പറേഷൻ്റെ ഭാഗമായി CPM കറക്റ്റായി പോയി അതിൽ വീണ് കൊടുത്തു, അല്ലെങ്കിൽ CPMൻ്റെ നേതാക്കന്മാർ അതിൽ പോയി കറക്റ്റായി വീണ് കൊടുത്തു എന്നുള്ളതാണ്. അത് ഇന്നും CPMലെ നേതാക്കന്മാർക്ക് മനസ്സിലായില്ല എന്നുള്ളതാണ്. എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന പരിപാടിയായിട്ട് ഇനിയും CPMമാർ ഇറങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയ രീതിയിൽ ദോഷം CPMന് ഇനി ഉണ്ടാക്കും എന്നുള്ളതാണ്. നിങ്ങളിപ്പോൾ പോയിട്ട് അവിടെ എന്താണ് ഈ പറയുന്ന T. പുരുഷോത്തമൻ്റെ ഷെഡ് കത്തിച്ചു. ചെമ്മീൻ ഷെഡാണ്, എന്താ ചെമ്മീൻ കെട്ടുണ്ട്, അതിന് സൈഡിലൊരു ഷെഡുണ്ട്, അവിടെ കാവലിരിക്കുന്ന ഒരു ഷെഡാണ്. അത് രാത്രി ആരോ കത്തിച്ചു എന്നാണ് പറയുന്നത്. ആ ഷെഡ് കത്തിച്ചുമായി ബന്ധപ്പെട്ട കാര്യത്തിനകത്ത് സമരം നടത്തിയിട്ട് പറയുകയാണ്, നിങ്ങൾ ഷെഡ് മാത്രമല്ല അതിൻ്റെ അടിത്തറ തോണ്ടാൻ വരെ പാർട്ടിയുള്ള പാർട്ടിയാണ്, ശേഷിയുള്ള പാർട്ടിയാണ് CPM എന്നൊന്നും പറയേണ്ട കാര്യമില്ല. കാരണം ആ കാലം കഴിഞ്ഞേ, ആ കാലം കഴിഞ്ഞു. അത് CPMൻ്റെ ജില്ലാ സെക്രട്ടറി മനസ്സിലാക്കേണ്ടതാണ്. എന്ന് വെച്ച് പാർട്ടിക്ക് അതിനകത്ത് ശേഷിയുണ്ട് ഇല്ല എന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത്. പാർട്ടിക്ക് എല്ലാ കാലത്തും പാർട്ടിയുടെ ശേഷിയുണ്ട്. അത് ഒരാളുടെ ഷെഡിൻ്റെ അടിയിൽ പോയി ഷെഡ് ബാന്ധാനുള്ള പ്രാപ്തിയാണോ? അല്ലല്ലോ. അത് പോയി മൈക്കേട്ട് വിളിച്ചു പറയേണ്ട കാര്യമുണ്ടോ? കാര്യമില്ല. എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? നിങ്ങൾക്ക് ഇന്ന് പറയാമായിരുന്നല്ലോ, വൃത്തിയായി പറയാമെന്നല്ലോ. ഞങ്ങൾ ഇതാ പിന്നെ ഈ കുഞ്ഞികൃഷ്ണനെ നോട്ടീസ് അയച്ചിരിക്കുന്നു, ഞങ്ങളിതാ കണക്ക് മുഴുവൻ പുറത്തു വിട്ടിരിക്കുന്നു. ആ സമയത്ത് ഞങ്ങൾക്ക് പറയാൻ കഴിയില്ല. കാരണം എന്തുകൊണ്ട്? അത് ഇലക്ഷനെ തൊട്ട് മുൻപാണ്. അല്ല, ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്. ഇപ്പോൾ കത്തയച്ച കാര്യം പറഞ്ഞത്. ഇപ്പം ഞങ്ങൾ വക്കീൽ ഈ കുഞ്ഞികൃഷ്ണന് ഞങ്ങൾ ഇപ്പോൾ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നു. ഞങ്ങൾ അതിനകത്ത് പറയുന്നതിന് മുന്നേ പറയേണ്ടത്. അപ്പൊ അല്ല, അതായിക്കോട്ടെ. ഈ വ്യക്തിപരമായ കാര്യമാണല്ലോ എന്ന് പറഞ്ഞിട്ടുള്ളത്. വ്യക്തിപരമായി T.A. മധുസൂദൻ പറഞ്ഞ കാര്യം കൂടെ രാകേഷ് പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ വ്യക്തിപരമായിട്ട് പറയേണ്ട കാര്യമില്ലല്ലോ. രാകേഷ് പറഞ്ഞല്ലോ. രാകേഷ് മൈക്ക് കെട്ടി പറഞ്ഞതാണ്, ഞങ്ങളിതാ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നു, ഞങ്ങളിതാ ഹൈക്കോടതിയിൽ പോയിരിക്കുന്നു, കേസ് നടത്തുന്നു എന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ അത് പറഞ്ഞിരിക്കുന്നു. പറഞ്ഞതിന് മറുപടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ കുഞ്ഞികൃഷ്ണൻ പറയൂ, ഞങ്ങളതിന് മറുപടി പറയാം. മനസ്സിലായില്ലേ? കേരളത്തിലെ പാർട്ടി അല്ലെങ്കിൽ CPM പയ്യന്നൂരിലെ പാർട്ടി ഈ പറയുന്ന ധനരാജ് പിന്നെ എന്താണ് രക്തസാക്ഷി ഫണ്ടിൽ ഒരു രൂപ വേറെ ഉപയോഗിച്ചിട്ടില്ല, വേറെ നശിപ്പിച്ചിട്ടില്ല, ഞങ്ങൾ കളവ് കൊടുത്തിട്ട് പറയണം. തുറന്ന് പറയാനുള്ളതാണ് പാർട്ടി. അല്ലാതെ ഗുണ്ടായിസവും ശൈലിയൊക്കെ പാർട്ടിയുടെ കാലം കഴിഞ്ഞു. ആ കാര്യത്തേക്ക് ആ കാലം അംഗീകരിക്കുന്ന സംവിധാനം കഴിഞ്ഞു എന്നുള്ളത് മാത്രമേ ഇത് പ്രശ്നമുള്ളൂ. ഇത് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ടോ? പിന്നെ ഞാൻ പറയുന്നത് സംസ്ഥാന കമ്മിറ്റി ജില്ലാ കമ്മിറ്റിയും സംസ്ഥാന കമ്മിറ്റിയും കേന്ദ്ര കമ്മിറ്റി അംഗീകരിച്ച ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. എങ്ങനെ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകണം, ഏത് രീതിയിൽ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള എല്ലാ സംസ്ഥാന കമ്മിറ്റി ചേർന്നിട്ട് പറഞ്ഞാണല്ലോ, അല്ലേ? എല്ലാ കേരളത്തിൽ വാർത്തയാക്കിയതാണല്ലോ. അതിനുശേഷം വന്ന് ഇത് പറയേണ്ട കാര്യമുണ്ടോ? ഇത് പറയേണ്ട കാര്യമില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണ്? ഈ T.A. മധുസൂദനുമായി ബന്ധപ്പെട്ട കാര്യം, ഈ നിങ്ങൾ പറയുന്നത് പോലെ ധനരാജ് രക്തസാക്ഷി ഫണ്ടുമായി തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടായത് മാത്രമാണെന്ന് ഞാൻ വിചാരിക്കുന്നേ ഇല്ല. അതൊന്ന് ഈ കുഞ്ഞികൃഷ്ണനെ ഏരിയ സെക്രട്ടറി ആക്കുന്നതിൽ ഈ പറയുന്ന T.A. മധുസൂദനൻ ശക്തമായ നിലപാട് സ്വീകരിക്കുകയും അദ്ദേഹത്തിന് ഏരിയ സെക്രട്ടറി ആകാൻ കഴിയില്ല എന്നുള്ളതിൻ്റെ വൈരാഗ്യം വെച്ചിട്ടാണ് പ്രവർത്തിക്കുന്നതെന്ന് അന്നേ പാർട്ടി പറയുന്നതാണ്. അവിടുത്തെ പയ്യന്നൂരിലെ V. മധുസൂദനെതിരായി നിൽക്കുന്ന വിഭാഗം പറയുന്നത് അന്ന് V. മധുസൂദനൻ ഏരിയ സെക്രട്ടറി V. കുഞ്ഞികൃഷ്ണൻ ഏരിയ സെക്രട്ടറി ആകുന്നതിലുള്ള പ്രശ്നമാണ് ഇന്ന് നടന്നു പോകുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. ആ കാര്യങ്ങൾ അവിടെയുണ്ട്. അതുകൊണ്ടാണല്ലോ രണ്ട് വിഭാഗവും രണ്ട് സംവിധാനമായിട്ട് മുന്നോട്ട് പോകുന്നത്. പാർട്ടി നടപടി ആയിക്കോട്ടെ എന്ന് ഞാൻ പറയുന്നത് എന്താ അറിയോ? പാർട്ടിയിൽ നിന്ന് എല്ലാവരും പറയാൻ സമയമില്ല. എനിക്കറിയാം. ഞാൻ നിങ്ങൾ പറഞ്ഞപ്പോ എനിക്ക് ഒരു മിനിറ്റ് ഈ 2 മിനിറ്റ് സ്മൃതി മാഡം 2 മിനിറ്റ് മുന്നേ പറഞ്ഞല്ലോ 22 കേസുകൾ എടുത്തു. അതിൽ 21 കേസിൽ CPM പ്രവർത്തന പ്രതികൾ. എവിടെയാ പ്രതികളുള്ളത്? അങ്ങനെ CPM പ്രവർത്തകരൊന്നും പ്രതികളാക്കിയിട്ടില്ല. അതാണ് ഇന്ന് ചോദിച്ചത്. 21 കേസ്
ഏത് മാലയിട്ട് സ്വീകരിച്ച ആരെ? നിങ്ങൾ 21 കേസിൽ ഒരു കേസിൽ അല്ല, ഒരു കേസിലെ പറഞ്ഞു അതിന്റെ അല്ല ഒരു മാലയിട്ട് കേസിലെ സ്വീകരിച്ച പ്രതി പറയൂ. അതിനാണ് ഇപ്പൊ സ്മൃതിയോടെ പറഞ്ഞു കഴിഞ്ഞല്ലോ. ഒരു കേസിലെ പ്രതിയിലെ അത് CPM അണികളാണ് എന്നുള്ള 22 കേസിലെ കാര്യമാണ് പറയുന്നത്. വെറുതെ കുഞ്ഞികൃഷ്ണന്റെ അനുയായികളെ ആക്രമിച്ച കേസുകളാണ് 21 കേസുകൾ. 21 കേസിൽ അത് ആരെ പ്രതി? CPM പ്രവർത്തകരാണ്. ആരാ പറഞ്ഞേ? കുഞ്ഞികൃഷ്ണൻ പറയുന്നുണ്ട്. കുഞ്ഞികൃഷ്ണൻ പറഞ്ഞാൽ പോലല്ലോ. ഇവിടെ അന്വേഷണ സംവിധാനമില്ലേ? 22 സ്മൃതി മാഡം മാലയിട്ട് സ്വീകരിച്ചത് ആരെയാണ്? അതങ്ങ് പറയൂ. 22 മാലയിട്ട് അല്ല പറയട്ടെ, പറഞ്ഞു വരികയാണല്ലോ. 22 കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നു. ഒരു കേസിൽ മാത്രമേ പ്രതികളെ കണ്ടെത്തുന്നു. ബാക്കി 21 കേസ് കഴിഞ്ഞിപ്പോ 90 ദിവസം കഴിഞ്ഞില്ലോ. 21 കേസിലെ പ്രതികളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അവിടെ SIT രൂപീകരിച്ചിട്ടുണ്ട്, അന്വേഷണം നടക്കുകയാണ്. അത് അന്വേഷണം നടക്കട്ടെ. അതിന് മുന്നേ നിങ്ങൾ എങ്ങനെ CPM പറഞ്ഞാൽ അവർ ആരോപണം ഉന്നയിക്കുന്നു. അതെ, എതിർപക്ഷത്തുള്ളവരെല്ലാം ബൈക്ക് കത്തിച്ചു, അല്ല എല്ലാ കാലത്തും അപ്പൊ എന്താണ് ഇനി കാത്തിരിക്കേണ്ടത്? അദ്ദേഹം വീടിന് പോലീസ് കാവൽ ഏർപ്പെടുത്തി. ഇതൊക്കെ വെറുതെ ആയിരുന്നോ? വെറുതെ ആയിരുന്നോ അദ്ദേഹത്തിന് ഭീഷണി വന്നതും അദ്ദേഹത്തിന്റെ വീടിന് ബൈക്ക് കേരളത്തിലെ ഒരാൾക്ക് അദ്ദേഹം മാത്രമല്ല, കേരളത്തിൽ ആർക്കെതിരെ വധഭീഷണി വന്നാലും CPM അധികാരത്തിലിരിക്കുന്ന സമയത്ത് തന്നെയാണല്ലോ അവർക്ക് പോലീസ് പ്രൊട്ടക്ഷൻ കൊടുത്തേ. അല്ലേ? ഈ ആരാണ് പോലീസ്? അല്ല അതാണ് ഞാൻ പറയുന്നത്. CPM അധികാരത്തിലുള്ള സമയത്ത് തന്നെ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പൊ ഞങ്ങൾ എന്തോ പറയണ്ട. അതാണ് പറഞ്ഞത്. കേരളത്തിൽ ആർക്കെതിരെ വധഭീഷണി വന്നാലും കേരളത്തിൽ ആർക്കെതിരെ ബുദ്ധിമുട്ട് വന്നാലും കേരളത്തിൽ ആകെ കൊല്ലുമെന്ന് പറഞ്ഞാൽ അവർക്കെല്ലാം പ്രൊട്ടക്ഷൻ കൊടുക്കും. അത് പോലീസിന്റെ റോളാ, അത് സർക്കാരിന്റെ റോളല്ല, പോലീസിന്റെ റോളാണ്. അത് കൊടുത്തതിന്റെ മൂന്ന്. ഞാനിപ്പോൾ പറഞ്ഞതാണ് 22 കേസിലെ പ്രതികൾ എന്ന് പറഞ്ഞാൽ ഒരു കേസിൽ മാത്രമേ അന്വേഷണം നടത്തിയിട്ടുള്ളൂ. ഒരു കേസിൽ മാത്രമാണ് പരാതിയുടെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്തിട്ടുള്ളൂ. ബാക്കി ആരെയും അറസ്റ്റ് ചെയ്തോ? 21 കേസിൽ അറസ്റ്റ് ചെയ്തോ? ഇല്ലല്ലോ. അതുകൊണ്ടാണ് KK രാഗേഷ് അതും പറയുന്നുണ്ടല്ലോ. നിങ്ങൾ ഇപ്പോൾ ഭരിക്കുന്നത് ചെന്നിത്തലേൻ്റെ പോലീസാണ്, ഇപ്പോൾ തളിക്കുന്നത് BD സതീശൻ്റെ പോലീസാണ്. നിങ്ങൾ 21 കേസിലും പ്രതികളെ കണ്ടെത്താൻ പറയുന്നുണ്ടല്ലോ. പറയുന്നില്ലേ? എന്ത് ചെയ്യാൻ പറ്റും? ജനം തെരഞ്ഞെടുത്തവരല്ലേ ഇവിടെ ഭരിക്കുക. ഞങ്ങളുണ്ടായിരുന്നെങ്കിൽ എന്ന് മേരി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തോറ്റ് തുന്നം പാടിയിട്ടും ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുണ്ടായിരുന്നെങ്കിൽ സുവർണകാലം നശിച്ചു. നിങ്ങളിതാ ജനങ്ങളെ ശപിച്ചുകൊണ്ട് ഞാൻ ഒറ്റ കാര്യം പറയുന്നുള്ളൂ. കേരളത്തിൽ പ്രധാനപ്പെട്ട വിഷയം കേരളത്തിലെ ജനങ്ങൾ തെരഞ്ഞെടുത്ത് വിട്ടവരാണെന്ന് പറയുമ്പോൾ ഇതേ ആളുകളാണ് നടപ്പാക്കാൻ പോകുന്നത്. അതെ, കേരളത്തിലെ പിന്നെ എന്താണ് പയ്യന്നൂരിലെ ധനരാജി രക്തസാക്ഷി ഫണ്ടാണല്ലോ കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷയം. വലിയ വിഷയം അതാണല്ലോ. ഞാൻ പറയുന്നത് ഈ പറയുന്ന 3 പിന്നെ ഇന്ന് ഒരു അമ്മ പിന്നെ എന്താണ് പോലീസ് സ്റ്റേഷന് മുന്നിൽ സമരം നടത്തുന്നുണ്ട്. എന്തിനാ? സ്വന്തം മകൻ കടലിൽ പോയിട്ട് ഇതുവരെ കണ്ടിട്ടില്ല, വേറെ 2 പേര് കണ്ടിട്ടില്ല. എന്തുകൊണ്ടാ? ഇത് അവർക്ക് ഒരു മുന്നറിയിപ്പ് കൊടുത്തിട്ടില്ല എന്ന് പറയുന്നതാണ്. അത് കേരളത്തിൽ വിഷയമല്ല. അല്ലോ, അതാണ് പറയുന്നത്. ധനരാജ് പിന്നെ ഫണ്ട് തട്ടിപ്പാണല്ലോ കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഞാൻ പറയുന്നത് എന്താണെന്നറിയോ? ഒറ്റ കാര്യം മനസ്സിലാക്കുക. എന്താന്ന് പറഞ്ഞാൽ പാർട്ടിക്ക് പാർട്ടിയുടേതായ നിലപാടുണ്ട്. പാർട്ടിയുടേതായ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. അപ്പോൾ ആ പാർട്ടിയുടേതായ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് നിങ്ങൾ പറയുന്ന പോലെ നിങ്ങൾ ധനരാജ് ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിഷയവും ഞാൻ ഫണ്ട് തട്ടിപ്പൊന്നും പറയാൻ പറ്റില്ല. തിരിമറി എന്നൊക്കെ പറയുവാണെങ്കിൽ പറയാം. ഇത് തട്ടിപ്പെന്ന് ആരോ കണ്ടുപിടിച്ചോൾ പറയാണ്. ആരാ കണ്ടുപിടിച്ചേ? ഈ കുഞ്ഞു കണക്ഷനാണോ? ഈ കുഞ്ഞുകൃഷ്ണനാണ് തട്ടിപ്പ് കണ്ടുപിടിച്ചത്? അല്ല, പിന്നെ ആരാ കണ്ടുപിടിച്ചത്? ആ കണക്കിന് മറുപടി കൊടുക്കുന്നത് ഈ കുഞ്ഞുകൃഷ്ണൻ ഇത്രയും നാൾ ചോദിച്ചോണ്ടിരുന്നതാണ്. ഈ കുഞ്ഞുകൃഷ്ണൻ ഇത്രയും നാൾ ചോദിച്ചോണ്ടിരുന്നതാണ്. പാർട്ടി കണക്ക് മുന്നോട്ട് വെക്കുന്നു. പാർട്ടി കണക്കുന്ന നോട്ടീസായിട്ട് മസൂർ നൽകുന്ന കണക്ക് അല്ല, അത് കുഞ്ഞുകൃഷ്ണൻ പറയും. നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റിയ? കുഞ്ഞുകൃഷ്ണൻ പറയണ്ടേ? ഇന്നെന്താ അതിന് മറുപടി ഉണ്ടായിരുന്നില്ല? അല്ല, ഇന്നെന്താ മറുപടി ഉണ്ടായിരുന്നില്ല? അതാണ് പറയുന്നത്. ഇതുവരെ നിങ്ങൾ അതിന് മറുപടി പറയാത്ത ഇതുവരെ മറുപടി പറയാത്ത കുഞ്ഞുകൃഷ്ണൻ ഇതുവരെ മറുപടി പറയാത്ത ഇതുവരെ കണക്ക് കിട്ടാത്ത കുഞ്ഞികൃഷ്ണന് കണക്ക് കിട്ടിയിരിക്കുന്നു. അപ്പൊ ആ കണക്കിട്ടിന് മറുപടി പറ. അതിനകത്ത് ഈ CI മധുസൂദൻ എഴുതി കൊടുത്തതിന്റെ അകത്തുള്ള തെറ്റുകളൊക്കെ പറ. ജനത്തെ
അത് പാർട്ടി വെല്ലുവിളിക്കുന്നവർക്ക് പാർട്ടി ഫണ്ടാണ് അവിടെ അതുകൊണ്ടാണ് തോറ്റത്. എനിക്കൊരു കാര്യം പറയട്ടെ. അതായത് പയ്യന്നൂരിലെ പാർട്ടി പ്രതിസന്ധിയിലാണ് എന്ന് ആൻഡ്രൂ സാർ തന്നെ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് പ്രതിസന്ധി? ഒന്ന് പറയട്ടെ സാർ. അപ്പോ പറയുമ്പോ പറയാൻ പാടില്ല ഇന്നത്തെ നിയമം, ഇന്നത്തെ മാത്രം പ്രത്യേക നിയമം. അപ്പൊ പയ്യന്നൂരിലെ അല്ല ഇന്ന് മാത്രമാണല്ലോ ഞാൻ പറയാത്തത്, അല്ലെ രണ്ടാമത്തെ സെന്റൻസിൽ തുടങ്ങുമല്ലോ. ശരി. അപ്പൊ പയ്യന്നൂരിലെ പാർട്ടി പ്രതിസന്ധിയിലാണ് എന്ന് പാർട്ടി തിരിച്ചറിഞ്ഞിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ തോറ്റതുകൊണ്ടാണ്. അതിനു മുമ്പ് ഒരു പ്രതിസന്ധി ഇല്ലായിരുന്നു. തോറ്റതുകൊണ്ടാണ് പ്രതിസന്ധിയാണെന്ന് അങ്ങ് പറഞ്ഞതാണ്. അങ്ങ് പറഞ്ഞതാണ്. ഞാൻ ഒരു മിനിറ്റ് മാം. അതായത് പയ്യന്നൂരിലെ പാർട്ടി പ്രതിസന്ധിയിലാണെന്ന് ആൻഡ്രൂ സാർ പറഞ്ഞു. എന്തുകൊണ്ട് ആണ് പ്രതിസന്ധിയിലാണെന്ന് പറയുന്നത്? പാർട്ടി തോറ്റു എന്നുള്ളത് കൊണ്ടാണ്. പാർട്ടി എന്തുകൊണ്ടാണ് തോറ്റത്? ജനങ്ങളോട് കൃത്യമായി കാര്യങ്ങൾ വിശദീകരിക്കാൻ കഴിയാത്തത് കൊണ്ട്, വ്യാജ പ്രചാരണങ്ങൾ ചേർക്കാൻ കഴിയാത്തത്. എത്ര സമയം ഉണ്ടായിരുന്നു? ഇപ്പൊ വി കുഞ്ഞികൃഷ്ണന് മുൻപാകെ ഇന്ന് വക്കീൽ നോട്ടീസിലൂടെ ടി എ മധുസൂദനൻ കണക്ക് വെച്ചു. അയ്യോ ഇതുവരെ കണക്കില്ലായിരുന്ന വി കുഞ്ഞികൃഷ്ണൻ കണക്ക് കിട്ടി, ഇന്ന് മറുപടി തരണം. കുഞ്ഞികൃഷ്ണൻ മാർച്ച് മാസത്തിൽ, ഏപ്രിൽ മാസത്തിൽ ഒക്കെ ഈ കണക്കും കൊണ്ട് നാടായ നാട് മുഴുവൻ, ടെലിവിഷൻ ചാനലായ ടെലിവിഷൻ മുഴുവനും വന്നപ്പോ ആർക്കും കണക്കിന് മറുപടി പറയണ്ടായിരുന്നല്ലോ. പറയട്ടെ, ബാക്കി പറയട്ടെ. അപ്പൊ 3-4 മാസം മറുപടിയും ഇല്ലായിരുന്നു. അത് ഞാനല്ലേ ഇവിടെ പറയുന്നത്? നിങ്ങൾ രണ്ടുപേരും നേരത്തെ ചർച്ച. ഞാൻ പറയട്ടെ. ഇനി ഈ വ്യാജ പ്രചാരണം കൊണ്ടു തോറ്റു എന്നുള്ളതാണല്ലോ. കേന്ദ്ര കമ്മിറ്റി പറഞ്ഞത് എന്താണ്? സ്ഥാനാർത്ഥി നിർണയം പാളി എന്നാണ്. ആരായിരുന്നു സ്ഥാനാർത്ഥി? അത് ഞാൻ പറയാം. ഞാനൊന്ന് പറയട്ടെ. സ്ഥാനാർത്ഥി നിർണയം പാളി എന്നാണ് കേന്ദ്ര കമ്മിറ്റി വിലയിരുത്തിയത്. ആരായിരുന്നു സ്ഥാനാർത്ഥി? ടി മധുസൂദനൻ. ടി മധുസൂദനെതിരായ ആരോപണവും ടി മധുസൂദനൻ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട പ്രശ്നവും എന്തായിരുന്നു? അത് ഈ ഫണ്ട് അങ്ങ് പറഞ്ഞ തിരിമറി, ഫണ്ടുമായി ബന്ധപ്പെട്ട തിരിമറിയോ വെട്ടിക്കലോ മറ്റെന്തും ഈ ഫണ്ടുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളായിരുന്നല്ലോ പയ്യന്നൂരിലെ അടക്കം പ്രശ്നം. ഇനി പയ്യന്നൂരിലെ മാത്രം പ്രശ്നമാണോ? തളിപ്പറമ്പിലോ? ധനരാജ് ഫണ്ടുമായി ബന്ധപ്പെട്ടല്ലോ. അപ്പൊ പാർട്ടിയുടെ കാര്യങ്ങൾ പാർട്ടി അണികളെ ബോധ്യപ്പെടുത്തിയില്ല എന്നുള്ളിടത്താണ് ഈ പ്രശ്നം. മിനിമം ഒന്ന് അംഗീകരിക്കണം. കേരളം മുഴുവൻ കേട്ടോ, കേരളം മുഴുവൻ കേട്ടോ, മണ്ഡലം തിരിച്ചല്ല വിശ്വാസം. കേരളം മുഴുവൻ പറയുന്നതിനൊന്നും തർക്കമില്ല. ആരാണ് മനസ്സിലാക്കുന്നത്? അത് പാർട്ടി മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് അവർക്ക് പാർട്ടിക്ക് നല്ല ബോധ്യമുണ്ട്. ഒറ്റ കാര്യമുള്ളൂ, എന്താ അറിയോ? നിങ്ങൾ ഈ ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിഷയവും കേന്ദ്ര കമ്മിറ്റി എന്താണ് പറഞ്ഞത്? സ്ഥാനാർത്ഥി നിർണയം പാളി എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് നിങ്ങൾ ഫണ്ട് തട്ടിപ്പിനെ കൂടെ കൂട്ടിച്ചേർത്ത് അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ 116 പേര് ഫണ്ട് തട്ടിപ്പുമായി എന്താണ് ഈ പറയുന്നത്? കേന്ദ്ര കമ്മിറ്റി പറഞ്ഞത് 2 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി 140 കാര്യം പറഞ്ഞിട്ടില്ല. ഫണ്ടുമായി ബന്ധപ്പെടാത്ത വേറെ പ്രശ്നം പറ. ഈ ടി എ മധുസൂദന്റെ ഫണ്ടുമായി ബന്ധപ്പെടാത്ത വേറെ പ്രശ്നം പറ. അല്ല അത് പാർട്ടിയെ തീരുമാനിക്കാൻ ഞാനാണോ? CPM എന്നൊരു പാർട്ടിയുണ്ട്. ഞാൻ ചോദിക്കട്ടെ, അപ്പൊ നിങ്ങൾ തളിപ്പറമ്പിൽ എന്താ പ്രശ്നം? അവിടെയും മണ്ഡലങ്ങളുടെയും 2 കാര്യം പാർട്ടി പറഞ്ഞില്ല. അടിസ്ഥാനപരമായ വിഷയത്തിൽ തൊടേണ്ടതില്ല. പറഞ്ഞ ഒരു വാചകം എടുത്താൽ മതി. അങ്ങനെ എടുത്തിട്ടാണെങ്കിൽ നന്നായി മുന്നോട്ട് പോകും. അല്ലെങ്കിൽ ഇവിടുത്തെ കോൺഗ്രസ്സുകാരെ അഭിപ്രായം നേതൃത്വത്തെ ശരി. Meet the editors.